ഏതൊരു കാറ്റാണ് മഴത്തുള്ളികളെ ഭാഗിച്ചെടുക്കുന്നത്? ഏതൊരു മേഘമാണ് നമുക്ക് ആ രഹസ്യം വെളിപ്പെടുത്തുക? പ്രപഞ്ചത്തിൽ എവിടെയായിരിക്കും അനിർവചനീയമായൊരു സന്തോഷം അതിൻ്റെ അവകാശിക്ക് വേണ്ടി യുഗങ്ങളോളം കാത്തിരിക്കുന്നത്? ഹേ അരൂപിയായ പെൺകുട്ടി, നീ ഇനി വെളിച്ചത്തിലേക്ക് നടന്നെടുക്കുക. പ്രഭാതത്തിന്റെ പാതകളിലൂടെ ആത്മാവുകൾ ഉണരുന്ന നിമിഷത്തിന്റെ ഒരേയൊരു തുള്ളിയിൽ നിന്നും സന്തോഷം സ്വീകരിക്കുക. നമുക്ക് കടൽക്കരയിൽ അലഞ്ഞു നടക്കുന്ന ഏകാന്തതയെ തടവിലിടാം. അവന് സൗന്ദര്യത്തിന്റെ ആത്മജ്ഞാനം പഠിപ്പിക്കാം. ദയ കൊണ്ടും ക്ഷമ കൊണ്ടും ത്യാഗത്തെ അവന്റെ ഹൃദയത്തിൽ ഉപേക്ഷിക്കാം. സ്വന്തം ആത്മാവിന്റെ ഏകാന്തതയിൽ നീ ജീവിക്കുന്നു. ഞാൻ ആത്മാവില്ലാത്തവൻ, അത്ര തന്നെ അല്പജ്ഞാനി. ഞാൻ വിശക്കുമ്പോൾ ഭക്ഷിച്ചവൻ, പറവകളോടൊപ്പം എന്റെ തന്നെ ചില്ലകളിൽ പ്രദോഷങ്ങളിൽ തിരിച്ചെത്തിയവൻ. ഞാൻ ഓർമ്മിക്കുന്നു, നീ വരുമ്പോൾ പ്രപഞ്ചമൊന്നാകെ വിവശയാകും. നിന്റെ ആത്മാവ് ദാഹത്തിന്റെ പൊരുളിനെ സ്നേഹത്തോടൊപ്പം ഏകാന്തതകളിൽ നിന്നും മോചിപ്പിക്കും. ഞാൻ നിന്നിൽ നിന്നും ഭക്ഷിക്കും, നിന്നെ തന്നെ കുടിക്കുകയും ചെയ്യും. ദാനത്തെ തിരിച്ചറിഞ്ഞ ഹൃദയത്തിന്റെ ആത്മഹർഷം തന്നെ സത്യം. നീ പ്രഭാതങ്ങളിൽ എന്റെ ഇലത്തുമ്പുകളിൽ നിന്നെ തന്നെ ഉപേക്ഷിക്കുന്നു. വേരുകളുടെ ഭാഗതയെ നിർണയിച്ച ദാഹങ്ങളുടെ പൊരുളിൽ ഒരു വൃക്ഷവിത തളിർക്കുകയും പൂക്കുകയും. ദിസ് ഇസ് മൈ FM 99.7 നമ്മളാം പൂക്കാലം. നമ്മളാം പൂക്കാലത്തിൻ്റെ റീഡിംഗ് ടൈമിൽ ആകെയുടെ രചനകളുമായിട്ടാണ് നമ്മൾ ഇന്ന് ഒത്തുകൂടുന്നത്. ആകെയുടെ പ്രണയത്തിൻ്റെ മുന്തിരിവീഞ്ഞ് എന്ന രചനയാണ് നിങ്ങൾ കേട്ടത്. അനമ്യ സത്യപാൽ ഇവിടെ എത്തിയിട്ടുണ്ട്. നിറഞ്ഞ സ്നേഹത്തോടെ അനമ്യയെ ഈ ഒരു ലൈവിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അനമ്യ സത്യപാൽ നമുക്കൊക്കെ അറിയാവുന്ന വളരെ പ്രശസ്തനായിട്ടുള്ള താരകപ്പെണ്ണാളെ എന്ന ഒറ്റ നാടൻ പാട്ടിലൂടെ തന്നെ മലയാളികളുടെ ഹൃദയം കീഴടക്കിയ സത്യൻ കോമല്ലൂരിൻ്റെ മകളാണ്. പ്രിയപ്പെട്ട അനമ്യ സത്യപാലിനെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് മൈ FM 99.7 നമ്മളാം പൂക്കാലത്തിൻ്റെ ഈ ലൈവിലേക്ക്. ഇന്ന് ആകെയുടെ രചനകളും ഒപ്പം നിങ്ങൾ പങ്കുവയ്ക്കുന്ന നിങ്ങളുടെ രചനകളും നിങ്ങൾ ഓരോരുത്തരും പങ്കുവയ്ക്കുന്ന കമൻറ്റുകളൊക്കെ പങ്കുവയ്ക്കുന്ന ഒരു വേദിയാണ് മൈ FMൻ്റെ ഈ ഒരു റീഡിംഗ് ടൈം. പറയാൻ എനിക്ക് കൂടുതലൊന്നുമില്ല എന്ന പ്രിയപ്പെട്ട ആകെയുടെ ഒരു രചനയാണ് പങ്കുവയ്ക്കുന്നത്. സ്വന്തം വിധിയിൽ പൊരുത്തം തേടുകയാണ് നമ്മൾ ജീവിതമെന്ന പേരിട്ട് വിളിച്ചതിന്. സ്വന്തം വിധിയിൽ പൊരുത്തം തേടുകയാണ് നമ്മൾ ജീവിതമെന്ന് പേരിട്ട് വിളിച്ചതിന്. കാലമതിൻ്റെ കാലത്തിൽ നിന്ന് ഊരിപ്പോയിട്ടും നമ്മൾ നമ്മളെ തന്നെ നായാടി തീർന്നിട്ടുമില്ല. ചെടില ധാരണകളെ തിരുത്താൻ മാത്രം താൻ എന്താണ് കണ്ടതെന്ന്, താൻ കണ്ടതെന്തെന്ന് പറയാൻ മാത്രം കാര്യങ്ങളെ കൂട്ടി വായിക്കുവാനും വിധം വിശേഷിച്ചൊരു മരണവും തിരികെ വന്നതുമില്ല. നാം നമ്മുടെ രാഷ്ട്രശില്പികൾ ആയതിൽ പിന്നെ നമുക്കൊരു രാജ്യത്തിൽ നിന്ന് പുറത്തു കടക്കാനുമായില്ല. നാം ജനിച്ച ദിവസം തന്നെ കലണ്ടറിൽ അത് മരിച്ച മറ്റൊരനേകം പേരുകളായി മാറി എന്നാണ് പ്രിയപ്പെട്ട ആകാ രചനയിൽ എഴുതിയിരിക്കുന്നത്. അബ്ദുള്ള മുനവർ ഇവിടെ എത്തിയിട്ടുണ്ട്. പ്രിയപ്പെട്ട ആലുവയിലുള്ള സുഹൃത്താണ്. ഒരുപാട് യാത്രകൾ ഇഷ്ടപ്പെടുന്ന ഫാർമസിസ്റ്റ് ആയിട്ടുള്ള പ്രിയപ്പെട്ട അബ്ദുള്ള മുനവറിനെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. അബ്ദുള്ള മുനവർ ആകെയുടെ ഒരു രചന നമുക്ക് വേണ്ടി പങ്കുവയ്ക്കുന്നുണ്ട്. തീർച്ചയായും അതിലേക്ക് പോവാം. അതിലേക്ക് പോകുന്നതിന് മുമ്പ് ആഗ എന്ന എഴുത്തുകാരൻ എത്രത്തോളം ഹൃദയത്തോട് ചേർന്നിരിക്കുന്നു എന്നുള്ളത് പറയാതിരിക്കാനാവില്ല. ഒരുപാട് സ്നേഹപുരസ്സരമായ നിമിഷങ്ങൾ സമ്മാനിച്ചിട്ടുള്ള മികച്ചൊരു എഴുത്തുകാരനാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഒരു രചനയാണ് അബ്ദുള്ള മുനവർ നമുക്കായി പറയുന്നത്. പറയാൻ കൂടുതലായി ഒന്നുമില്ല എന്ന് ഞാൻ തുടക്കത്തിൽ തന്നെ പങ്കുവച്ച രചനയാണ് അദ്ദേഹം പങ്കുവയ്ക്കുന്നത്. ജനിച്ചപ്പോൾ തന്നെ നാം നറുക്കിട്ടെടുത്തിരിക്കുന്നു ചരിത്രത്തിൻ്റെ വാതിൽക്കൽ തുരുമ്പെടുക്കുന്ന നമ്മുടെ ദുരിതം പേറിയ പേരുകളെക്കുറിച്ച്. അഭിരുചികളുടെ തിരഞ്ഞെടുപ്പുകൾക്കിടയിൽ ഉണ്ടുറങ്ങുന്നു കാലത്തിൻ്റെ നിഴൽ.
അഭിരുചികളുടെ തിരഞ്ഞെടുപ്പുകൾക്കിടയിൽ ഉണ്ടുറങ്ങുന്നു കാലത്തിൻ്റെ നിഴൽ. നിത്യത എന്നാൽ എന്താണെന്ന് ഒരിക്കലൊരു സുഹൃത്ത് ചോദിച്ചതോർക്കുന്നു. കഴിഞ്ഞുപോയ കാലത്തിൽ മറ്റൊരാളും എന്നോട് ഇതേ ചോദ്യം ചോദിച്ചിരുന്നു. കാണാതായ വാക്കുകൾക്ക് ഒളിച്ചിരിക്കാനാവുന്ന വിധം കവിത കാലത്തിൽ നിന്ന് പുറത്തു കിടക്കുന്നു. നിത്യതയുടെ വാതിലിലൂടെ തന്നിലേക്ക് തന്നെ തുറന്നു വെച്ച ജനാലകളിലൂടെ തന്നിലേക്ക് തന്നെ വന്നു വീഴുന്ന വാക്കുകളുടെ നിത്യതയെപ്പോലെ നിശബ്ദമായി മരണം നമ്മെ പിന്തുടരുന്നു എന്നാണ് പ്രിയപ്പെട്ട ആഗ പറയാൻ എനിക്ക് കൂടുതലൊന്നുമില്ല എന്ന രചനയിൽ പങ്കുവയ്ക്കുന്നത്. പ്രിയപ്പെട്ട അബ്ദുള്ള മുനവർ പങ്കുവച്ച രചന അതാണ്. തീർച്ചയായും ആഗയുമായുള്ള ബന്ധം കഴിഞ്ഞ ഒരു 10 വർഷത്തിനടുത്തായിട്ടുള്ള ബന്ധമാണ്. ആഗ സ്വപ്നാടനത്തിൽ എഴുത്തുമായി ബന്ധപ്പെട്ട് വരുന്ന കാലം മുതൽ തന്നെ ആഗയുടെ രചനകൾ പങ്കുവച്ചിട്ടുണ്ട്. ആഗയുടെ രചനകൾ ഷാബിൻ ഷാ ഉൾപ്പെടെയുള്ള അന്നുണ്ടായിരുന്ന സുഹൃത്തുക്കൾ, സുധീർ സുലൈമാൻ്റെ ശബ്ദമാണ് നിങ്ങൾ തുടക്കത്തിൽ കേട്ടത്. ഒരുപാട് പേരുടെ ശബ്ദത്തിൽ ആഗയുടെ പ്രണയവും പ്രണയവരികളും ഒക്കെ പങ്കുവയ്ക്കപ്പെട്ടിട്ടുണ്ട്. അടക്കിപ്പിടിക്കുന്നതിൽ നിഗൂഢമായൊരു കലയുണ്ട് എന്ന് അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു. അടക്കിപ്പിടിക്കുന്നതിൽ നിഗൂഢമായൊരു കലയുണ്ട് എന്ന് പറയുന്നതിനിടയിലാണ് പ്രിയപ്പെട്ട ഷമ്മി കൊട്ടാരക്കരക്കാരൻ എന്ന പ്രിയപ്പെട്ട ഷമ്മി മുഹമ്മദ് സല്യൂട്ടി ലൈവിലേക്ക് എത്തിയത്. പ്രിയപ്പെട്ട സല്യൂട്ടിയെ സ്വാഗതം ചെയ്യുകയാണ്. ഗാനങ്ങളിലൂടെ നമ്മളാം പൂക്കാലത്തിൻ്റെ ലൈവുകളിൽ നിറഞ്ഞു നിൽക്കാറുള്ള പ്രിയപ്പെട്ട സല്യൂട്ടി, അദ്ദേഹം ആഗയുടെ രചനകൾ പങ്കുവയ്ക്കുന്ന ഈ ഒരു പ്രത്യേക പരിപാടിയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ആഗയുടെ രചനകൾ പങ്കുവയ്ക്കുന്നതിനൊപ്പം നിങ്ങളുടെ കമൻറ്റുകളും നിങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രിയപ്പെട്ടവരുടെ രചനകളും നിങ്ങളുടെ രചനകളും ഒക്കെ പങ്കുവയ്ക്കുന്ന വേദിയാണിത്. അടക്കിപ്പിടിക്കുന്നതിൽ അതിനിഗൂഢമായൊരു കലയുണ്ട് എന്നതിൽ ആകെ ഇങ്ങനെയാണ് പറയുന്നത്. ഉദാഹരണത്തിന്, നിങ്ങളുടെ കയ്യിലോ കാലിലോ കണ്ണിലോ കരളിലോ ഒരിക്കലും ഉണങ്ങാത്തൊരു മുറിവുണ്ടെന്ന് കരുതുക. ഉദാഹരണത്തിന്, നിങ്ങളുടെ കയ്യിലോ കാലിലോ കയ്യിലോ കരളിലോ ഉണങ്ങാത്തൊരു മുറിവുണ്ടെന്ന് കരുതുക. നോവിൻ്റെ പൽചക്രങ്ങളിൽ ഞെരിഞ്ഞമഴുമ്പോഴും ചോരപ്പാടുകൾ പുറത്തു കാണിക്കാതെ അതിവിദഗ്ധമായി ചുണ്ടിലൊരു മൃദുമന്ദഹാസത്തിൻ്റെ ചെമ്പകപ്പൂ വിരിയിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുവെങ്കിൽ അതിൽ അനിർവചനീയമായൊരു കലയുണ്ട്. ഹൃദയ ഞരമ്പുകളിലെ ഭയത്തിൻ്റെ സായുധ നക്ഷത്രങ്ങൾ വാലിന് തീപിടിച്ച് ചീറിപ്പായുമ്പോഴും വഴിമാറിപ്പോയ വസന്തത്തിൻ്റെ വർണ്ണച്ചിറകുകളെക്കുറിച്ച് പൊടിപ്പും തൊങ്ങലും ചേർത്ത് കല്ലുവെച്ച നുണകളാൽ ഒരു കവിതകൾ എഴുതാൻ നിങ്ങൾക്ക് കഴിയുന്നുവെങ്കിൽ അടക്കിപ്പിടിച്ചിരിക്കുന്നതിൽ അതിവിസ്മയമായൊരു കലയുണ്ട്. പ്രിയപ്പെട്ട ആഗയുടെ അടക്കിപ്പിടിച്ചിരിക്കുന്നതിൽ അതിനിഗൂഢമായൊരു കലയുണ്ട് എന്ന രചനയാണ് പങ്കുവയ്ക്കുന്നത്. പ്രിയപ്പെട്ട കണ്ണൻ റാം ഇവിടെ എത്തിയിട്ടുണ്ട്. പ്രിയപ്പെട്ട കണ്ണനെ സ്വാഗതം ചെയ്യുകയാണ്. പ്രിയപ്പെട്ട കണ്ണൻ കൊട്ടാരക്കരയിലെ പ്രിയപ്പെട്ട സുഹൃത്താണ്. കോട്ടയത്ത് നിന്ന് കണ്ണൻ ചേരുന്നുണ്ട്. ഏറെ സ്നേഹത്തോടെ കണ്ണനെ സ്വാഗതം ചെയ്യുകയാണ്. ഹൃദയ ഞരമ്പുകളുടെ ഭയത്തിൻ്റെ സായുധ നക്ഷത്രങ്ങളെക്കുറിച്ച് ആഗ പറഞ്ഞ അതിനിഗൂഢതയെക്കുറിച്ച് ആണ് നമ്മൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്ന വരികൾ. തീർച്ചയായും ആഗ ഇങ്ങനെ പറയുന്നു: അലിവിൻ്റെ തീന്മേശകളിൽ നിന്ന് അനധികൃതരുടെ അഭയാർത്ഥി ക്യാമ്പുകളിലെ അവഗണനയുടെ തരിശുകളിലേക്ക് അകറ്റി നിർത്തപ്പെടുമ്പോഴും അതിവിദഗ്ധമായി നിങ്ങളുടെ കണ്ണുകളെ നിറഞ്ഞു തുളുമ്പാതെ ഏറ്റവും ക്രൂരമായ വരൾച്ചയെ വെയിലിൻ്റെ സ്വർണ്ണ തൂവാല കൊണ്ട് മറച്ചു പിടിക്കാനാവുന്നുവെങ്കിൽ അതിൽ അതിമനോഹരമായ ഒരു കലയുണ്ട് എന്നാണ് ആഗ പറയുന്നത്. ആൾക്കൂട്ടത്തിൻ്റെ ആർപ്പുവിളികളിൽ കൈകാലിട്ടടിച്ച് അർമാദിക്കുമ്പോഴും ഏകാന്തതയുടെ പരുന്തിൽ കാലിൽ കുരുങ്ങി ഭൂമിയിൽ നിന്ന് ആൾക്കൂട്ടത്തിൻ്റെ ആർപ്പുവിളികളിൽ കൈകാലിട്ടടിച്ച് അർമാദിക്കുമ്പോഴും ഏകാന്തതയുടെ പരുന്തിൽ കാലിൽ കുരുങ്ങി ഭൂമിയിൽ നിന്ന് അതിവിദൂരമായൊരു ഗ്രഹത്തിലേക്ക് വലിച്ചെറിയപ്പെടുമ്പോഴും ചുമ്മാ ഒരു സിഗരറ്റ് വലിച്ചൂതി പുല്ല് പോട്ടെ തുപ്പിക്കളഞ്ഞ് പുകവിടാൻ നിങ്ങൾക്ക് കഴിയുന്നുവെങ്കിൽ അതിൽ അതിഗംഭീരമായൊരു കലയുണ്ട് എന്നാണ് ആഗയുടെ ആ രചനയിൽ പറയുന്നത്. കടലിനെ കണ്ണുകൊണ്ട് മെരുക്കാതെ കയറൂരിവിട്ട് കരയാതെ കരയിലിരുന്ന് കപ്പലണ്ടി കുറച്ച് പോടാ മലരേ എന്ന് കാർക്കിച്ചു തുപ്പാൻ കഴിയുന്നുവെങ്കിൽ കാടിനെ കരളിലൊടുക്കാനാവാതെ കാറ്റിന് കൈയൊഴിഞ്ഞു കൊടുത്ത് ചില്ലയിൽ നിന്നൊരു ഇല മാത്രമെടുത്ത് വേനലുകളുടെ പിടച്ചിൽ കാണാതൊരു മൂളിപ്പാട്ട് പോടി മടങ്ങാൻ കഴിയുന്നുവെങ്കിൽ നിറങ്ങളെല്ലാം ചലഭങ്ങൾക്കു നൽകി നിത്യശൂന്യതയിലൊരു മുഴുമിക്കാനാവാത്ത പെയിൻറ്റിങ്ങായി ആൾപ്പാർപ്പില്ലാത്ത വീടിൻ്റെ
നിറങ്ങളെല്ലാം ശലഭങ്ങൾക്ക് നൽകി നിത്യശൂന്യതയിൽ ഒരു മുഴുമിക്കാനാവാത്ത പെയിന്റിംഗായി ആൾപ്പാർപ്പില്ലാത്ത വീടിൻ്റെ പൊട്ടിപ്പൊളിഞ്ഞ ചുവരിൽ ചുമ്മാ തൂമിക്കിടക്കാൻ നിഷ്പ്രയാസം നിങ്ങൾക്ക് കഴിയുന്നുവെങ്കിൽ അടക്കിപ്പിടിച്ചെടുക്കുന്നതിൽ അതിഭീകരമായൊരു കലയുണ്ട് എന്നുള്ള വരികളാണ്. തീർച്ചയായും എം ബഷീറിൻ്റെ ഈ രചനയും ഈ വരികളുമൊക്കെ ആകെയുടെ ചിന്തകളുമായി ചേർത്ത് വയ്ക്കാവുന്നതാണ്. പ്രിയപ്പെട്ട ഉന്മാദി ഇവിടെ എത്തിയിട്ടുണ്ട്. ഉന്മാദി പ്രിയ സുഹൃത്തേ എന്ന് സ്നേഹപൂർവ്വം വിളിക്കുന്നുണ്ട്. ഉന്മാദിയെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. പ്രിയപ്പെട്ട സാജൻ സലീം വർക്കലയിലുള്ള സുഹൃത്താണ്. ഒരുപാട് യാത്രകൾ ഇഷ്ടപ്പെടുന്ന, എഴുതുന്ന, ചിത്രരചനകൾ നടത്തുന്ന, ഏറെ സ്നേഹത്തോടെ ചേർന്ന് നിൽക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്താണ്. തീർച്ചയായും അദ്ദേഹത്തിന് വേണ്ടി കണ്ണൂരിലുള്ള പ്രിയപ്പെട്ട സുഹൃത്ത് റാഷി ഏവിയുടെ ഒരു കവിത ഞാനിവിടെ പങ്കുവെക്കുന്നതിന് മുമ്പ് ശരത് ലാൽ ബെല്ലാരിയെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ശരത് ലാൽ ബെല്ലാരി എന്ന പ്രിയപ്പെട്ട സുഹൃത്തിനെയും സ്വാഗതം ചെയ്യുകയാണ്. ശരത്തിനെയും പ്രിയപ്പെട്ട ഉന്മാദി എന്ന പ്രിയപ്പെട്ട സാജൻ സലീമിനും വേണ്ടി റാഷി ഏവി എങ്ങനെ എഴുതുന്നു? ഇനിയൊരൊടുക്കത്തെ കവിത എഴുതണം. ആർക്കും വായിക്കാൻ കൊടുക്കാത്ത ആ കവിതയിൽ ഒരു ജന്മത്തിൻ്റെ മുഴുവൻ വേദനയുണ്ടാകും. പാതി വഴിയിൽ ഉപേക്ഷിച്ചു പോയ ബന്ധങ്ങളുണ്ടാവും. കണ്ണ് പൊള്ളിപ്പോവാൻ മാത്രമുള്ള ചൂട് ആ വരികൾക്കുണ്ടാവണം. ചതിക്കുഴികളിൽ അകപ്പെട്ട പരൽ മീനുകളെക്കുറിച്ച് എഴുതണം. കൂട് നഷ്ടപ്പെട്ട കിളികളെക്കുറിച്ചും അപ്പോഴും ആരൊക്കെയോ ഈ ഭൂമിയിൽ അടന്നെടുക്കാനാവാത്ത സ്നേഹക്കടലുകളെക്കുറിച്ചും കവിത എഴുതാനുണ്ടാവണമെന്നാണ് റാഷി ഏവി എഴുതുന്നത്. സോഫിദ നൗഷാദ് ഇവിടെ എത്തി ഹായ് അറിയിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട സോഫിദ നൗഷാദിനെ സ്വാഗതം ചെയ്യുകയാണ്. ഒരു കുഞ്ഞിനെ കാണുമ്പോൾ നിങ്ങളിൽ നിന്ന് കളവ് പോയത് എന്തെങ്കിലുമുണ്ടോ? വീണ്ടെടുക്കേണ്ടത് എന്തെങ്കിലുമുണ്ടോ? ഒറ്റ നോട്ടത്തിൽ പരിക്കേറ്റിട്ടില്ലെങ്കിലും നിങ്ങളുടേതായിട്ടുള്ള എന്തോ ഒന്ന്. ഒരു കുഞ്ഞിനെ കാണുമ്പോൾ നിങ്ങളിൽ നിന്ന് കളവ് പോയത് എന്തെങ്കിലുമുണ്ടോ? വീണ്ടെടുക്കേണ്ടത് എന്തെങ്കിലുമുണ്ടോ? ഒറ്റ നോട്ടത്തിൽ പരിക്കേറ്റിട്ടില്ലെങ്കിലും നിങ്ങളുടേതായുള്ള എന്തോ ഒന്ന് എന്ന് ആകെ എഴുതി നമ്മൾ കഴിഞ്ഞ പ്രത്യേക സെഷനിൽ അച്ചൂഹലൻ്റെ രചനകൾ പങ്കുവെച്ചപ്പോൾ തീർച്ചയായും ആകെയുടെ രചനകളായി പങ്കുവെച്ച ഒരു രചനയാണിത്. ഒരുപാട് സ്നേഹത്തോടെ ഓരോ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുകയാണ്. സോഫിദ നൗഷാദും ശരത് ലാൽ ബെല്ലാരിയും ഉന്മാദിയും പ്രിയപ്പെട്ട കണ്ണൻ റാമും അനമ്യ സത്യപാലും ഒക്കെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അജിത എം കെയുടെ ഒരു രചനയിലേക്ക് പോകാം. അജിത എം കെയുടെ രചന പങ്കുവെക്കുന്നതിന് മുമ്പ് അജിത എം കെയുടെ വിരലുകളുടെ ആകാശം എന്ന രചനയുടെ പുസ്തക പ്രകാശനം നടന്നപ്പോൾ ഞാനും കോട്ടയത്ത് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. കുഴൂർ വിൽസൺ അജിതയുടെ രചനകളെക്കുറിച്ച് ഇങ്ങനെയാണ് എഴുതുന്നത്. കവിതയുടെ ആകാശത്ത് അജിതയുടെ വിരലുകൾ എഴുതുന്നത് നോക്കി നോക്കി നിൽക്കെ കണ്ണു നിറയുന്നു. കവിതയുടെ ആകാശത്ത് അജിതയുടെ വിരലുകൾ എഴുതുന്നത് നോക്കി നോക്കി നിൽക്കെ കണ്ണു നിറയുന്നു. ഈ കവിത പടർന്ന ആകാശത്തെ മണ്ണു മണക്കുന്നു. കവിത കലർന്ന ഈ ആകാശത്തെ പെണ്ണു മണക്കുന്നു. കവിത നിറഞ്ഞ ഈ ആകാശത്തെ കള്ളു മണക്കുന്നു. കവിത മാത്രമുള്ള ഈ ആകാശത്തെ ജീവിതം മണക്കുന്നു. മണ്ണെണ്ണ മണമുള്ള അടുക്കളയിൽ നിന്ന് തിളച്ച ആവിയുടെ അരിയുടെ മേഘങ്ങളായി പറക്കുന്നതിനാൽ ഈ ആകാശത്തെ വിശപ്പും മണക്കുന്നു എന്നാണ്. കവിതയുടെ വിശപ്പുള്ള വിരലുകൾ കൊണ്ട് അജിത ആകാശത്തിൽ വരയ്ക്കുമ്പോൾ താഴെ കൈത്തോട്ടിലെ മീനുകൾക്കും ഉടലെരിയുന്നു. ഞാനും അവയ്ക്കൊപ്പം ചേരുന്നു എന്നാണ് മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ നവമാധ്യമങ്ങളിലൊക്കെ ഇത്രയും ശ്രദ്ധേയമാകുന്നതിന് മുമ്പ് യുവ സാഹിത്യകാരനുള്ള സംസ്ഥാന അവാർഡ് നേടിയിട്ടുള്ള കുഴൂർ വിൽസൺ പങ്കുവച്ചത്. തീർച്ചയായും ജിതിനാർ പണിക്കർ ഇവിടെ എത്തിയിട്ടുണ്ട്. ഏറെ സ്നേഹത്തോടെ ജിതിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം പ്രിയപ്പെട്ട ജിതിൻ പങ്കുവച്ച ഒരു മിസ്റ്റേക്ക്, മതവുമായി ബന്ധപ്പെട്ട പോസ്റ്റിൽ മതവും മാറിപ്പോയി എന്ന, തീർച്ചയായും അത് തിരുത്തിയിട്ടുണ്ട് എന്നുള്ളതിനൊപ്പം തന്നെ ജിതിനാർ പണിക്കരെ പരിചയപ്പെടുത്താം. മികച്ച പ്രണയ കവിതകൾ എഴുതുന്ന ഒരു എഴുത്തുകാരനാണ്. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ ജോലിയുടെ തിരക്കിനിടയിലും ഏറെ സ്നേഹത്തോടെ എല്ലാ കാലത്തും, ആദ്യകാലം മുതൽ തന്നെ, കോവിഡ് കാലം മുതൽ തന്നെ കഴിഞ്ഞ 5-6 വർഷമായി പയ്യഫമുമായി ചേർന്ന് നിൽക്കുന്ന പ്രിയപ്പെട്ട എഴുത്തുകാരനാണ്. തീർച്ചയായും നിങ്ങൾക്കും നിങ്ങളുടെ രചനകളും ഒപ്പം നിങ്ങൾ പങ്കുവയ്ക്കുന്ന മറ്റു രചനകളും ഒക്കെ പങ്കുവയ്ക്കുന്ന ഒരു വേദിയാണിത്. ഞാൻ സൂചിപ്പിച്ചതുപോലെ അജിത എം കെയുടെ ഏറ്റവും പുതിയ രചന പച്ചക്കുതിര മാസികയിൽ വന്ന 315-ാം നമ്പർ ഷാപ്പ് എന്ന പേരിൽ വന്ന കവിതയാണ്. ഷാപ്പിനെ കുറിച്ചുള്ള കവിത എന്ന് പറയുമ്പോൾ അത് കേൾക്കാൻ ജിതിനാർ പണിക്കർക്കും താല്പര്യമുണ്ടാവുമെന്ന് എനിക്കറിയാം. TS നമ്പർ 3 KTM 190-ാം ഷാപ്പ് എന്ന പേരിലാണ് അത് പച്ചക്കുതിരയിൽ പ്രസിദ്ധീകരിച്ചു വന്നത്.
അയമോദകം കുഴച്ച പുകയില നുറുക്കിൻ നിറമുള്ള പുലർച്ചയിൽ 30 രൂപയ്ക്ക് കൊയിലാൻ്റെ മുറ്റമടിച്ച് 5 രൂപയ്ക്കുള്ള ചാണകം ചുമ്മി അമ്മയുടെ നട്ടെല്ല് കടയുമ്പോൾ പള്ളിയിൽ 5:30-ക്കുള്ള മണിയടിക്കും. തമ്പറ്റി എണീറ്റ് ചറ്റയുടുത്ത് സമ്പ്രാക്ക് കൂട്ടുമ്പോൾ പള്ളിയിലേക്ക് പോകും മുമ്പ് കുർബാന കൂടട്ടെ ഷാപ്പിലോട്ട് പോയിനെടി എന്ന് വിളറിയ വെളുപ്പാങ്കാലമായി തെറിക്കുമ്പോൾ ഒറ്റ മണിയൊച്ച നാടിൻ്റെ കാതിലിരമ്പും. 190 നമ്പർ ഷാപ്പ് വറീദു മാപ്പിളയുടെയാ. റോസക്കുട്ടി ലൈസൻസിങ് KTM 3-ൽ കര മുഴുവൻ കള്ളു മോന്തുന്നത് അവിടുന്ന. കറിക്കൊതി മൂത്ത് അടുത്ത കരയെന്നും ആളുകളെത്തുന്നൊരു ഷാപ്പ്. ആൻ്റണി ഗില്ലിയാൻ അലക്സ് എത്തിയിട്ടുണ്ട്. ഷാപ്പിനെ കുറിച്ച് കൂടുതലായി പറയാൻ പറയുന്നുണ്ട്. തീർച്ചയായും ആൻ്റണി ഗില്ലിയാൻ അലക്സിനെ സ്വാഗതം ചെയ്യുകയാണ്. അജിത MKയുടെ ഏറ്റവും രസകരമായ രചനയാണ് ഹരിയേറ്റുമാനൂർ എന്ന പ്രിയപ്പെട്ട എഴുത്തുകാരൻ അജിതയുടെ എഴുത്തുകളെക്കുറിച്ച് പറഞ്ഞത്. ഇളം വെയിൽ പോലെ നമ്മെ തഴുകി അണച്ച് പൊള്ളിക്കുന്ന സൂര്യ തേജസ്സാണ് അജിതയുടെ കവിതയെന്നാണ്. ഹരിയേറ്റുമാനൂർ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവില്ല. അമ്മേ നാരായണ, ദേവി നാരായണ, ഭദ്രേ നാരായണ എന്ന് തുടങ്ങുന്ന പ്രശസ്തമായ ആ ഒരു വലിയ ദേവീ സൂക്തം അമ്പലങ്ങളിലൊക്കെ മുഴങ്ങുന്നത് നിലവിലുള്ളത് എഴുതിയിട്ടുള്ളത് ഹരിയേറ്റുമാനൂരാണ്. തീർച്ചയായും നമുക്ക് അജിതയുടെ ഷാപ്പിലേക്ക് പോവാം. വീട്ടിൽ ഇളയ കുഞ്ഞ് മുള്ളിക്കുളിച്ച് വലിയ വായിൽ നിലവിളിക്കുമ്പോൾ ഇച്ചേച്ചി അവളെ എടുത്ത് അമ്മയുടെ അരികിലേക്ക് തണുപ്പും ചവിട്ടിയിറങ്ങി കള്ളുമട്ട് ഒഴുക്കിവിട്ട മുറ്റത്തോരമെത്തി മുലകുടിപ്പിച്ച് തോളിൽ ചേർത്ത് ഉറക്കം കുറുകുന്ന മടുപ്പോടെ തിരികെ പോരുമ്പോൾ വീട്ടിൽ ഇളയ കുഞ്ഞ് മുള്ളിക്കുളിച്ച് വലിയ വീട്ടിൽ നിലവിളിക്കുമ്പോൾ ഇച്ചേച്ചി അവളെ എടുത്ത് അമ്മയുടെ അരികിലേക്ക് തണുപ്പ് ചവിട്ടിയിറങ്ങി കള്ളുമട്ട് ഒഴുക്കിവിട്ട മുറ്റത്തോരമെത്തി മുലകുടിപ്പിച്ച് തോളിൽ ചേർത്ത് ഉറക്കം കുറുകുന്ന മടുപ്പോടെ തിരികെ പോരുമ്പോൾ നന്ദ്യാർവട്ട ചിരിയുമായി നാരായണി ചേച്ചി വാഴവഴങ്ങൽ നിലച്ച് അമ്പലത്തിലേക്ക് ഈറൻ പുലരിയുമായി പോകുന്നുണ്ടാകും. ഇച്ചേച്ചി പഠിക്കാൻ പോയില്ല. ഇളയതിനെ നോക്കും, കഞ്ഞിയും കട്ടനും വെക്കും, ഞങ്ങളുടെ മുടി ചീകി ചിരിക്കും. മിടുക്കരാവാൻ സഞ്ചിയെടുത്ത് കൈപിടിച്ച് പടിയിറക്കി വിടും. ഷാപ്പിൻ്റെ വഴിയെ പോകുമ്പോൾ ഇറമ്പിൽ കുപ്പി കഴുകുന്ന കള്ളിമുണ്ടുടുത്ത നിറഞ്ഞ ചിരി ഞങ്ങളുടെ കണ്ണിനോട് കോർക്കും. മുഷിയുടലുപോലെ നനഞ്ഞ് ഷായ്പിലെ ചാരക്കാറ്റിൽ മറയും. ഉച്ചയ്ക്ക് മുന്നേ മീൻ വെട്ടി കഴുകി തേങ്ങ പൊതിച്ച് പൂളാക്കി അരിഞ്ഞ് ഷാപ്പിറമ്പിലെ കല്ലിൽ വറ്റൽമുളകരച്ച് കറി വെച്ച് കറിവേപ്പില പൊത്തി വെളിച്ചെണ്ണ തൂക്കി തൊട്ടു നോക്കാതെ കറി രുചി അറിയിച്ച് അമ്മ പോരുമ്പോൾ ഈ ചേച്ചി വീട്ടിൽ ഉളക്കമീൻ നുറുക്കി ഉപ്പിറങ്ങും വിധം വെള്ളം നിറച്ച് മുളകരച്ച് ചട്ടിയിൽ വേവിക്കും. തികഞ്ഞ് കപ്പ കുതിരാനിടും. തീർച്ചയായും പ്രിയപ്പെട്ട കുഴൂർ വിൽസൺ സൂചിപ്പിച്ചതുപോലെ അജിത MKയുടെ വരികളിൽ മണ്ണെണ്ണ മണമുള്ള അടുക്കളയിൽ നിന്ന് തിളച്ച അരിയുടെ മേഘങ്ങളായി പറക്കുന്ന ആ ഒരു സ്നേഹം. വിരലുകളുടെ ആകാശമെന്ന അജിത MKയുടെ കവിതാ സമാഹാരത്തിൻ്റെ പ്രകാശനത്തിന് ഞാനും പങ്കെടുത്തിരുന്നു. എന്തായാലും നേരെ സ്നേഹത്തോടെ ഓരോ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുകയാണ് MyFM 99.7 നമ്മളാം പൂക്കാലത്തിൻ്റെ ഈ ഒരു ലൈവിലേക്ക്. ദിസ് ഇസ് MyFM 99.7 നമ്മളാം പൂക്കാലം, അറിവിൻ്റെയും വിനോദത്തിൻ്റെയും പൂക്കാലവുമായി ഒരു കിടിലൻ ആംഗേഴ്സ് ബ്രോഡ്കാസ്റ്റ്. അതെ, ഇതൊരു കിടിലൻ മല്ലു വൈറൽ FM MyFM 99.7 നമ്മളാം പൂക്കാലത്തിൻ്റെ ലൈവിൽ എത്തിക്കൊണ്ടിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അതെ, പാലക്കാട്ടുകാരനായതുകൊണ്ട് ഇവിടെ നല്ല തെങ്ങിൻ കള്ള് പനങ്കള്ളും കിട്ടും. ചില്ലുകുപ്പിയിൽ നിറച്ചതിൻ്റെ നാടിൻ്റെ സത്ത് ഷാപ്പ് ഓർമ്മകളെന്ന് പ്രിയപ്പെട്ട ജിതിനാർ പണിക്കർ പറയുന്നുണ്ട്. തീർച്ചയായും നമുക്ക് ആ ഒരു രചന പൂർണ്ണമായി പങ്കുവച്ചതിന് ശേഷം ആകെയുടെ രചനയിലേക്ക് പോകാം. കുഞ്ഞിനെ കുളിപ്പിച്ച് വറ്റുകോരി നിന്ന് തിരികെ ഉമ്മ ഷാപ്പിലെത്തുമ്പോൾ പച്ചയിറച്ചിയുടെ തേക്കിലക്കെട്ടുകൾ കുപ്പി നിറയ്ക്കാനുള്ള തെളിമാട്ടവും അടുക്കളക്കോണിൻ്റെ ഓരത്തുണ്ടാവും. ഇറച്ചിച്ചാറിൻ്റെ നെയ്യ് തപ്പി തൂക്കുപാത്രത്തിൽ കോരി കറി വാങ്ങി പാതകത്തിൽ വെച്ച്
കറി വാങ്ങി പാതകത്തിൽ വെച്ച് വരണ്ടുടങ്ങാൻ പോട്ടി ഉരുളിയുടെ തീ കെടുത്തി റബ്ബർ ഫാക്ടറി കത്തിയെരിഞ്ഞെന്ന് വെന്തു മരിച്ച കെട്ടിയോനെ ഓർത്ത് കനൽ നെഞ്ചിൽ പേറി വീട്ടിലേക്ക് തീ കാറ്റായി തിരികെ വീശും ചാറ് തൊട്ട് ഇറച്ചി ചവച്ച് കുഴഞ്ഞ ഒച്ചകൾ ഷാപ്പുകറി എന്നാൽ ഇതാണെന്ന് മുരടനക്കുമ്പോൾ ഉണക്കക്കപ്പ തിളപ്പിക്കാനും പുല്ല് ചെത്തി കൊടുക്കാനുമുള്ള 5 രൂപ കാശോർക്കും വഴിയോടി ഒരു കിതപ്പ് വീടെത്തി നിൽക്കുന്നുണ്ടാകും. പുതുക്കിയ ഷാപ്പിന് മുന്നിലൂടെ കാറിൽ പോരുമ്പോൾ 40 കൊല്ലത്തിനിപ്പുറം കറിച്ചാറിൻ്റെ പാത്രം തിണ്ണയിൽ വെച്ച് ഇച്ചേച്ചിയോടൊപ്പം ഞങ്ങളുടെ വരവ് നോക്കിയിരിക്കും. നാടിനെ കൊതിപ്പിച്ച വിയർപ്പിൽ ഷാപ്പുകറി മടക്കുന്ന ഓർമ്മകളും ഓടിക്കിതച്ചെത്തും. പള്ളിയിലെ പ്രഭാത പ്രാർത്ഥനകളും സമ്പന്നരായ ക്രിസ്ത്യൻ സ്ത്രീകൾ ഉപയോഗിക്കുന്ന വാക്കുകളുമൊക്കെയാണ് ചില സൂചനകൾ നൽകുന്നത്. എന്തായാലും ഏറെ സ്നേഹത്തോടു കൂടി ഈ ഒരു ഓർമ്മകളിലേക്ക് മടക്കിക്കൊണ്ടുപോയ പ്രിയപ്പെട്ട അജിത MKയോടുള്ള ഹൃദയം നിറഞ്ഞ സ്നേഹം അറിയിച്ചുകൊണ്ട് തന്നെ നമുക്ക് പ്രിയപ്പെട്ട ആകയുടെ മറ്റ് രചനകളിലൂടെ പങ്കുവയ്ക്കാം. തീർച്ചയായും നിങ്ങൾക്കും നിങ്ങളുടെ രചനകളും നിങ്ങളുടെ വിശേഷങ്ങളും ഒക്കെ പങ്കുവയ്ക്കാവുന്ന ഒരു വേദിയാണ് MyFM 99.7 നമ്മളാം പൂക്കാലത്തിൻ്റെ ഈ ഒരു ലൈവ്. ഏറെ സന്തോഷത്തോടു കൂടി ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്ന കൂടുതൽ രചനകൾ കേൾക്കാനൊക്കെ ഇഷ്ടപ്പെടുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുകയാണ്. ആകെ ഒരിക്കൽ ഇങ്ങനെ എഴുതി, ഏറ്റവും ലളിതമായൊരു വാക്കിൻ്റെ മുന കൊണ്ട് പോലും എനിക്ക് രക്തം വാർന്ന് മരിക്കാനാവും. സ്നേഹം കൊണ്ട് ഞാൻ നേടിയെടുത്ത ഏറ്റവും ചെറിയ കാര്യങ്ങളിലൊന്നാണിത്. ചോരയിറ്റുന്ന കവിതയുടെ മുറിവിൽ ഞാൻ എൻ്റെ വിരലോടിക്കുന്നു എന്നാണ് അദ്ദേഹം എഴുതിയത്. ഒരിക്കൽ കൂടി വായിക്കാം. ഏറ്റവും ലളിതമായൊരു വാക്കിൻ്റെ മുന കൊണ്ട് പോലും എനിക്ക് രക്തം വാർന്ന് മരിക്കാനാവും. സ്നേഹം കൊണ്ട് ഞാൻ നേടിയെടുത്ത ഏറ്റവും ചെറിയ കാര്യങ്ങളിലൊന്നാണ് ചോരയുറ്റുന്ന വാക്കുകൾ. ആ വാക്കുകളുടെ മുറിവിൽ ഞാൻ എൻ്റെ വിരലോടിക്കുന്നു എന്നാണ്. ഒരുപാട് സ്നേഹത്തോടെ ആകെ ഓർക്കുകയാണ്. ആകെയുടെ വ്യക്തി വിവരണമോ ആകെ എന്ന വ്യക്തിയുടെ പുരസ്കാരങ്ങളെക്കുറിച്ചോ എന്നും എനിക്കറിയില്ല. പക്ഷേ കഴിഞ്ഞൊരു 10 വർഷക്കാലമായി ആകെ എന്ന മനുഷ്യൻ ഒരു ആത്മാവായി നമുക്കിടയിലൊക്കെ ചേർന്ന് നിന്നുകൊണ്ട് എഴുതുന്ന ഒരുപാട് രചനകൾ എനിക്കറിയാം. സ്വപ്നാടനത്തിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. ഇടക്കാലത്ത് അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടെങ്കിലും ഇപ്പോഴും രചനകളുമായി നിറഞ്ഞു നിൽക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തിനെ സ്വാഗതം ചെയ്യുകയാണ്. അബ്ദുൽ കനി ഇവിടെ എത്തിയിട്ടുണ്ട്. മികച്ചൊരു മിമിക്രി ആർട്ടിസ്റ്റാണ്, ഗായകനാണ്. പ്രിയപ്പെട്ട അബ്ദുൽ കനിയെ സ്വാഗതം ചെയ്യുന്നുണ്ട്. ഒപ്പം ഉന്മാദി വരികൾ പങ്കുവയ്ക്കുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ പങ്കുവയ്ക്കുന്നുണ്ട്. ഏറെ സ്നേഹത്തോടെ ഉന്മാദി എഴുതുന്നത് ഇങ്ങനെയാണ്: ഇപ്പോൾ വീട്ടിലെ ഒറ്റമുറിക്കുള്ളിൽ ഒറ്റയ്ക്കിരുന്ന് കൊണ്ട് ചായക്കോപ്പയിലെ ചായ മൊത്തി കുടിക്കുമ്പോൾ പണ്ടെന്നോ അജ്മാനിലെ ലേബർ ക്യാമ്പിൽ ഉണ്ടായിരുന്നപ്പോൾ ഹിന്ദിക്കാരൻ പറഞ്ഞു വന്ന ഒരു കവിതയെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. തീർച്ചയായും നമുക്ക് അതിലേക്ക് എത്താം. അതിനു മുമ്പായി ഒരുപാട് സ്നേഹത്തോടെ നമ്മൾ പങ്കുവെക്കേണ്ട ഒട്ടനവധി രചനകൾ പങ്കുവെച്ചിട്ടുള്ള എഴുത്തുകാരനാണ് പ്രിയപ്പെട്ട ആകയുടെ രചനകൾ പങ്കുവെക്കുന്ന ഈ പ്രത്യേക സെഷനിൽ സലീം ചേനം എത്തിച്ചേർന്നിട്ടുണ്ട്. ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്ന പ്രിയപ്പെട്ട സലീമിനെ ഹൃദയത്തോട് സ്വാഗതം ചെയ്യുകയാണ്. ഫാസിസത്തിനെതിരെ, മതനിരപേക്ഷതയ്ക്കെതിരെ പ്രവർത്തിക്കുന്നവർക്കെതിരെ, അല്ലെങ്കിൽ അദ്ദേഹവുമായി മതത്തിനെതിരെയൊക്കെ വളരെ ശക്തമായ രചനകളിലൂടെ വളരെ രസകരമായി നിറഞ്ഞു നിൽക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്താണ് സലീം ചേനം. സലീം ചേനത്തിനെ സ്വാഗതം ചെയ്യുകയാണ്. ദ അഡൾട്ടറി ഓഫ് പോയട്രി എന്ന തലക്കെട്ടിൽ 13ാമത്തെ ചാപ്റ്ററിൽ ആ രാത്രിയിൽ എന്ന തലക്കെട്ടോടുകൂടി ആകെ ഇങ്ങനെ എഴുതി: പ്രണയവും ഞാനും യുദ്ധത്തടവുകാരായി പിടിക്കപ്പെട്ട ആ രാത്രിയിൽ ആ രാത്രിയിൽ അത് വസന്തകാലത്തെ 7ാമത്തെ രാത്രിയായിരുന്നു. ഞാൻ നിരക്ഷരനും മനുഷ്യരുടെ ഭാഷ അറിയാത്തവനുമായിരുന്നു. നോക്കൂ, പ്രണയം എത്ര വിചിത്രമായാണ് അതിൻ്റെ ആഹാരം സമ്പാദിക്കുന്നത്. ഏകാഗിയായൊരു യുവാവ് ഹൃദയത്തിൽ നിന്ന് ഏകാഗിയാവുക, കാറ്റും പൂക്കളും കിളികളും അത് കണ്ടിരിക്കുക, മേഘങ്ങൾ ഒരു രഹസ്യമറിയാൻ മണ്ണിലേക്ക് മുട്ടുകുത്തുക. അതെ, ഏകാന്തതയും ഹൃദയത്തിൻ്റെ മധുരവും എന്നെ അനാഥനാക്കിയപ്പോൾ അന്ന് ആദ്യമായി ഒരു പർവ്വതത്തിൻ്റെ പേര് ചോദിച്ചു വാങ്ങി. അന്ന് ആദ്യമായി എൻ്റെ കൈകളിൽ 2 പക്ഷികളുമായി ആകാശത്തേക്ക് ഉയർന്നു. അന്ന് ആദ്യമായി ബോധത്തിൽ നിന്ന് നാളേക്കുള്ള വിഭവം ശേഖരിക്കുന്ന ഒരു ഉറുമ്പ് മരിച്ചു വീണു. അന്ന്
അന്ന് ആദ്യമായി ബോധത്തിൽ നിന്ന് നാളേക്കുള്ള വിഭവം ശേഖരിക്കാൻ ഒരു ഉറുമ്പ് മരിച്ചു വീണു. അന്ന് ആദ്യമായി ഞാൻ ജനിച്ചു. നക്ഷത്രങ്ങളുടെ വെളിച്ചവും കടലിൻ്റെ അഗാധതയുമായി പ്രണയവും ഞാനും യുദ്ധത്തടവുകാരായി പിടിക്കപ്പെട്ട ആ രാത്രിയിൽ എന്നാണ് 2017 അദ്ദേഹം എഴുതിയ ആ രാത്രിയിൽ എന്ന രചനയിൽ എഴുതിയിരിക്കുന്നത്. ആകെയുടെ രചനകളും ഒപ്പം നിങ്ങൾ പ്രിയപ്പെട്ടവർ പങ്കുവയ്ക്കുന്ന രചനകളും ഒക്കെ ആയിട്ടുള്ള ഒരു വേദിയാണിത്. ഏറെ സ്നേഹത്തോടു കൂടി പ്രിയപ്പെട്ട എഴുത്തുകാരൻ രാജൻ സൈനുദ്ദീനെ സ്വാഗതം ചെയ്യുന്നു. ജിതിനാർ പണിക്കറും കണ്ണൻ റാവും ഒക്കെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഓരോ പ്രിയപ്പെട്ടവരെയും നിറഞ്ഞ സ്നേഹത്തോടു കൂടി MyFM 99.7 നമ്മളാം പൂക്കാലത്തിൻ്റെ റീഡിംഗ് ടൈമിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. കൊല്ലും കവി എന്ന തലക്കെട്ടോടു കൂടി രാജൻ സൈനുദ്ദീൻ എഴുതി അദ്ദേഹത്തിൻ്റെ സ്വന്തം രചന അദ്ദേഹം പങ്കുവയ്ക്കുന്നുണ്ട്. തീർച്ചയായും അതിലേക്ക് എത്താം. സാരമില്ല എന്നൊരു വാക്കിനെ മാത്രം കവിതയിലേക്ക് കൈക്കുമ്പിളിൽ കോരിയെടുക്കുന്നു. സാരമില്ല എന്നൊരു വാക്കിനെ മാത്രം കവിതയിലേക്ക് കൈക്കുമ്പിളിൽ കോരിയെടുക്കുന്നു. രാത്രിയെ അതിൻ്റെ ജന്മദേശത്തേക്ക് തന്നെ തിരിച്ചയക്കുന്നു എന്നാണ് പ്രിയപ്പെട്ട എഴുത്തുകാരനായ ആഗ ഒരിക്കൽ എഴുതിയത്. ഒരുപാട് സ്നേഹത്തോടെ ഓരോ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുകയാണ്. സലീം ചേനവും രാജൻ സൈദുദ്ദീനും ജിതിനാർ പണിക്കരും ആന്റണി ഗില്ലിയാൻ അലക്സും പ്രിയപ്പെട്ട സോഫിദ നൗഷാദും ഒക്കെ കേട്ടുകൊണ്ടിരിക്കുന്നു. ഓരോ പ്രിയപ്പെട്ടവരെയും MyFM 99.7 നമ്മളാം പൂക്കാലത്തിൻ്റെ ഈ ഒരു റീഡിംഗ് ടൈമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഉല്ലാസ് ഒന്നാങ്കര ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹം പിതാവിനെ കുറിച്ച് എഴുതിയിട്ടുള്ള വളരെ ഹൃദയസ്പർശിയായ ഒരു രചന കഴിഞ്ഞ ആഴ്ചയിലെ ലൈവിൽ നമ്മൾ പങ്കുവച്ചിരുന്നു. ഏറെ സ്നേഹത്തോടെ മികച്ച ഗാനരചയിതാവായ എഴുത്തുകാരനായ ഉല്ലാസ് ഒന്നാങ്കരെയും ഈ ഒരു ലൈവിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ആകെയുടെ മറ്റൊരു രചനയിലേക്ക് പോകുമ്പോൾ ഞാൻ എന്താണ് ചെയ്തത്, തീർച്ചയായും രാജൻ സൈദുദ്ദീൻ്റെ രചനയിലേക്ക് മടങ്ങിയെത്തും. അതിനു മുമ്പ് ഞാൻ എന്താണ് ചെയ്തത് എന്ന തലക്കെട്ടോടുകൂടി പ്രിയപ്പെട്ട ആകെ ഇങ്ങനെ എഴുതുന്നത്: ഒന്ന് കണ്ണു തുറന്നത് മാത്രം ഓർമ്മയുണ്ട്, പ്രിയപ്പെട്ട മനുഷ്യരെ എല്ലാം കാണാതായിരിക്കുന്നു. ചുണ്ടിലെരിയുന്ന സിഗരറ്റിൽ നിന്ന് തന്നെ പ്രഭാതത്തിന് അതിൻ്റെ വാക്കുകളും അസ്തമയത്തിൻ്റെ ചിറകുകളും നഷ്ടപ്പെട്ടിരിക്കുന്നു. ഒരു കവിൾ പുകയിൽ ലോകമെത്രമേൽ ശൂന്യമാകും വിധം പകലതിൻ്റെ വെളിച്ചം അണച്ചിരിക്കുന്നു. അവസാനത്തെ സുഹൃത്തിനെയും കാണാതായിരിക്കുന്നു. ഞാൻ എന്താണ് ചെയ്യുന്നത്? ഒരു സിഗരറ്റിലൂടെ ഞാൻ ഈ ലോകത്തെ പിന്നെയും അനാഥനാക്കിയെന്നോ? നിങ്ങൾ എഴുതിയ കവിതയിൽ നിന്ന് തന്നെ പ്രിയപ്പെട്ട 6 മനുഷ്യരെ കാണാതായിരിക്കുന്നു എന്ന്, അവരിൽ 4 പേരിൽ കൂടുതൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരായിരുന്നുവെന്ന്, അതിലൊരു കൂട്ടുകൂടി കൂടിയുണ്ടെന്നറിഞ്ഞത് ലജ്ജിക്കാൻ മാത്രമുണ്ടത്. കടലിലെത്തിയിട്ടും കവിതയിൽ 3 ആറുകൾ വറ്റിപ്പോയെന്നത്, കടലതിൻ്റെ തിരകൾ മടക്കി വിളിച്ചു എന്നത്, പ്രഭാതങ്ങളിലും മധ്യാഹ്നങ്ങളിലും കടൽ നിശബ്ദമാകുന്നു എന്നത്. ലൈവ് മനോഹരമെന്ന് പ്രിയപ്പെട്ട അബ്ദുൽ ഖനി അറിയിക്കുന്നുണ്ട്. ആന്റണി ഗില്ലിയാൻ അലക്സ് വീണ്ടും ഹായ് അറിയിക്കുന്നുണ്ട്. തീർച്ചയായും ആകെയുടെ രചനകൾ പങ്കുവയ്ക്കുന്ന ഈ ഒരു പ്രത്യേക പരിപാടിയിൽ ആകെയുടെ ഏറ്റവും ശ്രദ്ധേയമായ ഞാനിതെന്താണ് ചെയ്യുന്നത് എന്ന രചനയാണ് വായിച്ചു കൊണ്ടിരിക്കുന്നത്. അതിങ്ങനെ തുടരുന്നു: ഓ ദൈവമേ, നിങ്ങളൊരു കവിയായിരുന്നുവെങ്കിൽ നിങ്ങളുടെ ഹൃദയം കൊണ്ടെഴുതിയ കവിതയിൽ നിന്നു തന്നെ 6 ആത്മാക്കളെ കാണാതായി എന്നത്, നിങ്ങൾ കത്തിച്ചു വെച്ചൊരു സിഗരറ്റിൽ 3 നദികൾ വറ്റിപ്പോയി എന്നത്, ഒരേ ഒരു പുകചുരലിൽ തന്നെ 6 മനുഷ്യർ അപ്രത്യക്ഷരായി എന്നത്, ഇതെന്ത് കുറ്റകൃത്യമാണ് എന്നത്. തീർച്ചയായും ഏറെ ഹൃദയസ്പർശിയായ രചനകളിലൂടെയാണ് ആഗ നമ്മളെ സഞ്ചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവിടെ ശാലു ജോമോൻ എത്തിയിട്ടുണ്ട്. ആഗ വായിച്ചിരുന്നു ഒരിക്കൽ ഒരുപാട്, എന്നിട്ടും അജ്ഞാതം, അതിനിഗൂഢം, എവിടെയോ കാണാതായ 2 അക്ഷരം, ആശംസകളാക എന്നറിയിക്കുന്നത്. തീർച്ചയായും ആഗ എന്നത് എനിക്കും അജ്ഞാതനായ ഒരു സുഹൃത്താണ് എന്ന് കവി എന്ന രീതിയിൽ രചനകളിലൂടെ എന്നെ ഇപ്പോഴും സ്പർശിച്ചു കൊണ്ടിരിക്കുന്ന, മെസ്സേജുകളിലൂടെ മെസ്സഞ്ചറിലൊക്കെ എന്നോടൊപ്പം ചേർന്ന് നിൽക്കുന്ന, ഒരു പ്രവാസകാലത്ത് ഏതോ ഒരു രാജ്യത്ത് ഒറ്റപ്പെട്ടു പോയപ്പോൾ അവിടെ നിന്ന് മടങ്ങി വരാനുള്ള ശ്രമങ്ങൾക്കിടയിലൊക്കെ എന്നോടൊപ്പം ചേർന്ന് നിന്നിട്ടുള്ള സുഹൃത്താണ്. എന്നെ എപ്പോഴും റൂഹേ എന്ന് വിളിക്കാറുള്ള, തിരിച്ച് ഖൽബേ എന്ന് ഞാൻ വിളിക്കാറുള്ള പ്രിയപ്പെട്ട സുഹൃത്താണ്. ഒരു വ്യക്തി വിവരണവും ആവശ്യമില്ല. കാരണം പലർക്കും അത്തരത്തിൽ, ശാലു ജോമോൻ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് അങ്ങനെ ഒരു വ്യക്തി വിവരണത്തിൻ്റെ ആവശ്യമില്ല. കാരണം അവരുടെ രചനകൾ തന്നെ സംസാരിക്കും. അവരെഴുതുന്ന ഓരോ വാക്കുകളിലും അർത്ഥങ്ങളുണ്ട്.
എഴുതിയത് മുഴുവനായി വായിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട്. സലൂജ ഇവിടെത്തി സ്നേഹം അറിയിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട ഉല്ലാസ് ഒന്നാങ്കര അച്ഛൻ്റെ മർദ്ദനം എന്നൊരു രചന ഇവിടെ പങ്കുവയ്ക്കുന്നുണ്ട്. തീർച്ചയായും അതിലേക്ക് എത്താം. എഴുതിയത് മുഴുവനായി വായിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട്. തീർച്ചയായും പൂർണ്ണമായും അത് വായിക്കാം. ഇങ്ങനെയാണ് അത് എഴുതി അവസാനിക്കുന്നത്. കവിതയിലാണെങ്കിലും എനിക്ക് അതീന്ദ്രജാലമൊന്നുമില്ല. നിങ്ങളിപ്പോൾ ചെയ്തു വച്ചിരിക്കുക ഒരേ ഒരു പുകച്ചുരുളിലാണ്. നിങ്ങൾ ലോകം അത്രമേൽ ശൂന്യമായിരിക്കുന്നത്. ഒരു സാൽമോൺ മത്സ്യത്തെ പോലെ 3 നദികളിലൂടെ സ്വന്തം ദേശത്തേക്ക് മടങ്ങുകയായിരുന്നു നിങ്ങളെന്നിരിക്കെ. തനിച്ചാകാനാകാത്ത വിധം നീട്ടിയ വിരലുകളാൽ കടൽ നിങ്ങളെ കണ്ടുവെന്നിരിക്കെ. തിരകളുടെ ചുണ്ടുകളിൽ നിങ്ങളുടെ പേരുണ്ടായിരുന്നു എന്നിരിക്കെ. നിങ്ങളുടെ ചുണ്ടുകളിലൂടെ തന്നെ എല്ലാ ജീവജലങ്ങളും വറ്റിപ്പോയെന്നത് നിങ്ങളുടെ ചുണ്ടുകളിലൂടെ തന്നെ എല്ലാ ജീവജലങ്ങളും വറ്റിപ്പോയെന്നത്. 3 6 ശൂന്യമായി എന്നത്. 6 മനുഷ്യരെ കാണാതായി എന്നത്. അതിലൊരു കുട്ടി കൂടി ഉണ്ടെന്നുള്ളത്. കവിതയിൽ കാണാതായ വാക്കുകളുടെ ഭാരമേറിയ നിശബ്ദത, അതിൽ വിശാലമാകുന്ന ശൂന്യതയുടെ ലോകം. ഒരു കവിയായിരിക്കുന്നത് കഠിനം തന്നെയാണെന്ന് അദ്ദേഹം പറയുന്നു. തന്നെ അറിയുന്നതിനെക്കുറിച്ചല്ലാതെ മറ്റൊന്നിനെക്കുറിച്ച് അയാൾക്ക് എഴുതാനായിരുന്നെങ്കിൽ, സ്വന്തം ശൂന്യതയിൽ നിന്ന് ശൂന്യത എന്നതിനെക്കുറിച്ച് പറയാനായിരുന്നെങ്കിൽ, ജീവവായുവിലില്ലാത്തൊരു സാൽമൺ മത്സ്യത്തെ പോലെ പിടഞ്ഞ് സ്വന്തം ചിറകുകളെ ഇളക്കി തന്നെ എന്ന് പറയുന്നുണ്ട്. സന്തോഷ് മലയാറ്റിൽ പ്രിയപ്പെട്ട ചന്തു ഇവിടെ എത്തിയിട്ട് ആശംസകൾ അറിയിക്കുന്നുണ്ട്. ഏറെ സ്നേഹത്തോടെ പ്രിയപ്പെട്ട സന്തോഷ് മലയാറ്റിൽ എന്ന പ്രിയപ്പെട്ട എഴുത്തുകാരനെയും സ്വാഗതം ചെയ്യുകയാണ്. YFM 99.7 നമ്മളാം പൂക്കാലത്തിൻ്റെ ഈ ലൈവിലേക്ക്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ട എഴുത്തുകാരൻ ആകെയുടെ രചനകൾ പങ്കുവയ്ക്കുന്ന ലൈവിലാണ് നിങ്ങളുള്ളത്. പ്രിയപ്പെട്ട ആകെയുടെ രചനകൾക്കൊപ്പം തന്നെ നിങ്ങൾ പങ്കുവയ്ക്കുന്ന നിങ്ങളുടെ രചനകളും ഓരോ പ്രിയപ്പെട്ടവരുടെയും രചനകളൊക്കെ പങ്കുവയ്ക്കുന്ന വേദിയിലാണ് നിങ്ങളുള്ളത്. ഏറെ സ്നേഹത്തോടു കൂടി ഉന്മാദി പൂർണ്ണമായും ഇങ്ങനെ എഴുതുന്നു. ഉന്മാദി ഇങ്ങനെയാണ് പറഞ്ഞത്: ഇപ്പോൾ വീട്ടിലെ ഒറ്റമുറിക്കുള്ളിൽ ഒറ്റയ്ക്ക് ഇരുന്നു കൊണ്ട് ചായക്കോപ്പയിലെ ചായ മോന്തി കുടിക്കുമ്പോൾ പണ്ടെങ്ങോ അജ്മാനിലെ ലേബർ ക്യാമ്പിൽ ഉണ്ടായിരുന്നപ്പോൾ ഒരു ഹിന്ദിക്കാരൻ പറഞ്ഞു വന്നൊരു ബദൂവിയൻ കവിത മനസ്സിലേക്ക് ഓടി വന്നു എന്ന് അദ്ദേഹം എഴുതുന്നു. അതിങ്ങനെയാണ്. ആ കവിതയെക്കുറിച്ച് അദ്ദേഹം പറയുന്നു: ദിസ് ഇസ് YFM 99.7 നമ്മളാം പൂക്കാലം, അറിവിൻ്റെയും വിനോദത്തിൻ്റെയും പൂക്കാലവുമായി ഒരു കിടിലൻ ആംഗേഴ്സ് ബ്രോഡ്കാസ്റ്റ്. അതിലിങ്ങനെ പറയുന്നു: രാപ്പാടി കരയും വരെയും രാത്രി സഞ്ചരിക്കൂ വേണ്ടി നക്ഷത്രങ്ങൾ കൺ തുറക്കും വരെയും നിങ്ങൾക്ക് വേണ്ടി കരയട്ടെ എന്ന് എഴുതുന്ന വരികളാണ്. തീർച്ചയായും അദ്ദേഹത്തിനു വേണ്ടി ആ രചനകൾ പങ്കുവയ്ക്കുകയാണ് പ്രിയപ്പെട്ട സുഹൃത്താണ് സാജൻ സലീം എന്ന ഉന്മാദിയോടുള്ള ഹൃദയം നിറഞ്ഞ സ്നേഹവും അറിയിക്കുകയാണ്. YFM 99.7 നമ്മളാം പൂക്കാനം. മാനവീയം എന്ന തലക്കെട്ടോടുകൂടി ആകെ ഒരിക്കൽ ഇങ്ങനെ എഴുതി: ഭൂതകാലങ്ങളിൽ മരിച്ചു പോയവരിൽ പലർക്കും അറിവില്ല. തങ്ങളുടെ ചില വാക്കുകളാണ് പിൻകാലങ്ങളിൽ അനേകം പേരുടെ ജീവിതവും മരണവുമായതെന്നത്. ഒരാൾക്കും അറിയാനായില്ല നക്ഷത്രങ്ങൾ നോക്കി മഴക്കാലങ്ങളെയും കൃഷിയിടങ്ങളെയും ആയുർദൈർഘ്യങ്ങളെയും യാത്രകളെയും പരിമിതപ്പെടുത്തുമ്പോൾ. തൻ്റെ സമയത്തിൻ്റെ താക്കോലിൽ ചിലതിലൂടെ ഭാവി കാലത്തിൽ അനേകം ഗർഭപാത്രങ്ങൾ ഭൂമിയിലായെന്നത്. തൻ്റെ സമയത്തിൻ്റെ താക്കോലിൽ ചിലതിലൂടെ ഭാവി കാലത്തിൽ അനേകം ഗർഭപാത്രങ്ങൾ തരിച്ചു ഭൂമിയിൽ എന്നത്, പല വിവാഹങ്ങളും നടക്കാതെ പോയതെന്നത്. കാലത്തെ ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും വർഷങ്ങളുമായി കലണ്ടറിൽ പൂട്ടിയപ്പോൾ AD എന്നും BC എന്നും എഴുതി കഴിഞ്ഞപ്പോൾ തന്നെ രാജാക്കന്മാരിൽ പലരെയും ഒന്നിനു പുറകിൽ ഒന്നായി നിന്ന് കാണാതായപ്പോഴും, പല സാമ്രാജ്യങ്ങൾ ഇല്ലാതായപ്പോഴും, ദൈവത്തെക്കുറിച്ചും ധാർമ്മികതയെക്കുറിച്ചും പറയാൻ ഇനിയൊരു പ്രവാചകൻ വരില്ലെന്ന് ബോധ്യമുണ്ടായിരുന്നിട്ടും ഒരാൾക്കും അറിയാനായില്ല. യാതൊരു കുറ്റബോധവും ഇല്ലാതെ തന്നെയാണ് പുരോഹിതന്മാർ പുതിയ വേഷത്തിൽ നമ്മുടെ മുന്നിൽ അവതരിച്ചതെന്ന്. അളവിൽ കൂടുതൽ ദയവും അനുകമ്പയും അർഹിക്കും വിധം വിഡ്ഢികളായിരുന്നു അവരെന്ന് നമുക്ക് ബോധ്യമാകും വിധം നമ്മളിൽ കൂടുതൽ പാപം ചെയ്തവർ
അവരാണെന്നറിഞ്ഞിട്ടും അളവിൽ കൂടുതൽ ദയയും അനുകമ്പയും അർഹിക്കും വിധം വിഡ്ഢികളായിരുന്ന അവരെന്നറിഞ്ഞിട്ടും നമുക്ക് ബോധ്യമാകും വിധം നമ്മളിൽ കൂടുതൽ പാപം ചെയ്തവർ അറിഞ്ഞിട്ടും അവർക്ക് വേണ്ടി നമ്മൾ പറയുന്ന ദിവസങ്ങളിലെല്ലാം നമ്മൾ കുമ്പസാരിക്കുകയും ചെയ്തു. അവരുള്ളതിനാൽ മാത്രം ജനിച്ചപ്പോഴൊക്കെ നമ്മൾ പാപികളായെന്നത് കൂടുതൽ പാപം ചെയ്യാൻ നമുക്ക് കരുത്താവുകയും ചെയ്തു. ലക്ഷക്കണക്കിന് മനുഷ്യരെ കൂട്ടക്കൊരുതി ചെയ്യാൻ നമുക്കൊരു കാരണവും പിന്നീട് ആവശ്യമായി വന്നില്ല. എത്ര ഹൃദയസ്പർശിയായിട്ടാണ് അദ്ദേഹം ജീവിതത്തെ നിർവചിക്കുന്നത്, പ്രണയത്തെ നിർവചിക്കുന്നത്, അവസ്ഥകളിലൂടെ കടന്നു പോകുന്നത്. കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും സ്നേഹമറിയിക്കുകയാണ് MyFM 99.7 നമ്മളാം പൂക്കാലത്തിൻ്റെ ആകെയുടെ രചനകൾ പങ്കുവയ്ക്കുന്ന ഈ ഒരു പ്രത്യേക ലൈവിൽ പങ്കെടുക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും നിറഞ്ഞ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുകയാണ് MyFM 99.7 നമ്മളാം പൂക്കാലം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ വായിച്ചു കൊണ്ടിരുന്നത് സോളമൻ്റെ പ്രണയഗീതം എന്ന K. ജയകുമാർ എഴുതിയ ഒരു കവിതാ സമാഹാരമാണ്. ഞാനുള്ളത് ഒമാനിലെ സലാലയിലാണ്. സലാലയിൽ സർഗവേദി സലാലയുടെ ഗ്രന്ഥശാലയുണ്ട്. അവിടെ നിന്ന് ഞാൻ എടുത്തുകൊണ്ടുവന്ന 2 പുസ്തകങ്ങളിൽ ഒന്ന് സോളമൻ്റെ പ്രണയഗീതവും മറ്റൊന്ന് ഞാൻ ഗൗരി ഞങ്ങൾ ഗൗരി എന്നതാണ്. ഗൗരി ലങ്കേഷിൻ്റെ എഴുത്തിനെയും ജീവിതത്തെയും കുറിച്ച് ചന്ദൻ ഗൗഡ അവതാരിക എഡിറ്ററായിട്ടുള്ള സക്കറിയ അവതാരിക എഴുതിയിട്ടുള്ള ഒരു പുസ്തകമാണ് ഗൗരി ലങ്കേഷിനെ കുറിച്ചുള്ള പുസ്തകം. ഗൗരി ജീവിച്ചിരിക്കുന്നില്ലെങ്കിലും അവരുടെ ധീരമായ മനസ്സിൽ നിന്നുതിർന്ന സ്വാതന്ത്ര്യത്തെയും മാനവികതയെയും ജനാധിപത്യത്തെയും പറ്റിയുള്ള ശക്തിയേറിയ വാക്കുകൾ വായനക്കാരിലേക്ക് സംസാരിച്ചു കൊണ്ടേയിരിക്കും. ഈ സമാഹാരത്തിലെ രചനകൾ സത്യം തുറന്ന് പറഞ്ഞേ തീരൂ എന്ന് വിശ്വസിച്ച ഒരു പൗരൻ എന്ന നിലയിലും സാമൂഹിക പോരാളി എന്ന നിലയിലുമുള്ള ഗൗരിയുടെ പരന്നൊഴുകുന്ന ചിന്താമേഖലകളെ പ്രതിഫലിപ്പിക്കുന്നു എന്നാണ് സക്കറിയ ആ പുസ്തകത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്. ഗൗരി ലങ്കേഷിനെ കുറിച്ചുള്ള പുസ്തകമാണ് വായിക്കുന്നതിന് തൊട്ടു മുമ്പ് സോളമൻ്റെ പ്രണയഗീതം എന്ന K. ജയകുമാറിൻ്റെ ഉത്തമഗീതത്തെ അധികരിച്ചുകൊണ്ട് പ്രിയപ്പെട്ട അയ്യപ്പ പണിക്കർ സാറ് അവതാരിക എഴുതിയിട്ടുള്ള ഒരു പുസ്തകമാണ് വായിച്ചു കൊണ്ടിരുന്നത്. എപ്പോഴും പ്രണയ നിർഭരമായ വരികൾ പങ്കുവയ്ക്കാറുള്ള പ്രിയപ്പെട്ട ജിതിനാർ പണിക്കർ നാരങ്ങാമിഠായി എന്ന രചന ഇവിടെ പങ്കുവയ്ക്കുന്നുണ്ട്. പ്രിയപ്പെട്ട റിജിലേഷ് രാജ് കണ്ണൂർക്കാരൻ ഇവിടെ എത്തിയിട്ടുണ്ട്. മിമിക്രി ആർട്ടിസ്റ്റാണ്. കണ്ണൂരിൽ ചക്കരക്കല്ലിൽ നിന്നുള്ള കോമഡി ഉത്സവത്തിലൊക്കെ പങ്കെടുത്തിട്ടുള്ള പ്രിയപ്പെട്ട രമേശ് പിഷാരടിയുടെ ഫൺസ് അപ്പോൺ എ ടൈമിൽ മികച്ച സ്റ്റാൻഡപ്പ് കോമഡി അവതരിപ്പിച്ച് അവാർഡ് നേടിയിട്ടുള്ള ആളാണ് റിജിലേഷ് രാജ് കണ്ണൂക്കാരൻ എന്ന പ്രിയപ്പെട്ട കുട്ടു. പ്രിയപ്പെട്ട റിജിലേഷ് കണ്ണൂക്കാരൻ പ്രിയപ്പെട്ട കുട്ടുവിനെ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം ജയരാജേട്ടനും ഇവിടെ എത്തിയിട്ടുണ്ട്. വാപ്പാല ജയരാജ് വളരെ സജീവമായി തന്നെ കോവിഡ് കാലത്ത് നമ്മളോടൊപ്പം MyFMനോടൊപ്പം ചേർന്ന് നിൽക്കാറുള്ള പ്രിയപ്പെട്ട എഴുത്തുകാരൻ എന്നതിലുപരി പ്രിയപ്പെട്ട വായനക്കാരൻ. ഒരുപാട് ആളുകളെ എഴുത്തുകാരെ പ്രോത്സാഹിപ്പിക്കുന്ന ഇത്തരം നവമാധ്യമങ്ങളിലൂടെയുള്ള എല്ലാ പരിപാടികളെയും പിന്തുണയ്ക്കുന്ന MyFMനെയും ഒക്കെ പിന്തുണച്ചിട്ടുള്ള പ്രിയപ്പെട്ട ജയരാജേട്ടനെ നിറഞ്ഞ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. തീർച്ചയായും ജിതിനാർ പണിക്കരുടെ നാരങ്ങാമിഠായി എന്ന രചന പങ്കുവയ്ക്കണം. ഗൃഹാതുരത്വം തുളുമ്പുന്ന രചനകളിലൂടെയാണ് അദ്ദേഹം എപ്പോഴും നമ്മളിലോടൊപ്പം ചേർന്ന് നിൽക്കാറുള്ളത്. അതിലിങ്ങനെ പറയുന്നു: പ്രണയമെന്ന് കേൾക്കുമ്പോഴൊക്കെ ഓർമ്മയിലൊരു നാരങ്ങാമുട്ടായിയുടെ ഗന്ധമാണ്. പ്രണയമെന്ന് കേൾക്കുമ്പോഴൊക്കെ ഓർമ്മയിലൊരു നാരങ്ങാമിഠായിയുടെ ഗന്ധമാണ്. സ്കൂളിനടുത്തുള്ള മാധവേട്ടൻ്റെ പീടികയിലെ ചുമപ്പും മഞ്ഞയും പച്ചയും കലർന്ന നാരങ്ങാമിഠായി. സന്ധ്യയ്ക്ക് റേഡിയോയിൽ കേട്ട ഇമ്പമുള്ള പാട്ടിൻ്റെ ഒപ്പരം പാത്തും സന്ധ്യയ്ക്ക് റേഡിയോയിൽ കേട്ട ഇമ്പമുള്ള പാട്ടിൻ്റെ ഒപ്പരം പാത്തുമോളുടെ പുള്ളിത്തട്ടവും നാരങ്ങാ മിഠായികളും എത്ര വേഗമാണ് കിനാവിൽ ഇടം പിടിക്കുന്നത്. മിഠായി വാങ്ങി വായിലേക്കിട്ട് ഒരുപാട് സ്നേഹമാണ് അദ്ദേഹത്തിന്. നമസ്കാരം പറയുന്നുണ്ട് ജിതിനാർ പണിക്കർക്ക്, പ്രിയപ്പെട്ട വാപ്പാല ജയരാജ്, അതോടൊപ്പം തന്നെ
പ്രിയപ്പെട്ട ശ്യാംലാൽ നമസ്കാരം അറിയിക്കുന്നുണ്ട്. ഏറെ സ്നേഹത്തോടെ ഓരോ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുകയാണ് MyFM 99.7 നമ്മളാം പൂക്കാലത്തിൻ്റെ ഈ ഒരു റീഡിംഗ് ടൈമിലേക്ക്. ആകയുടെ രചനകൾ പങ്കുവയ്ക്കുന്നതിനോടൊപ്പം പ്രിയപ്പെട്ട നിങ്ങൾ ഓരോരുത്തരും രചനകൾ പങ്കുവയ്ക്കുന്ന ഒരു വേദിയിലാണ് നിങ്ങളുള്ളത്. എല്ലാ പ്രിയപ്പെട്ടവരെയും നിറഞ്ഞ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. തീർച്ചയായും ജിതിനാർ പണിക്കരുടെ രചന പങ്കുവയ്ക്കാം. അതിൽ വളരെ സ്നേഹത്തോടെ തന്നെ വളരെ ഗൃഹാതുരത്വത്തോടെ നമ്മെ ഓർമ്മിപ്പിക്കുന്ന നാരങ്ങാമിഠായിയുടെ ഓർമ്മകളുണ്ട്. സന്ധ്യയ്ക്ക് റേഡിയോയിൽ കേട്ട ഇമ്പമുള്ള പാട്ടിനപ്പുറം പാത്തുമ്മോളുടെ പുള്ളിത്തട്ടവും നാരങ്ങാമിഠായികളും എത്ര വേഗമാണ് കിനാവിൽ ഇടം പിടിക്കുന്നത്. മിഠായി വാങ്ങി വായിലേക്കിട്ട് ഒടുക്കം ഓള് നാവൊന്ന് നീട്ടിക്കാണിക്കും. സുധാകരൻ മാഷിൻ്റെ കണക്ക് ക്ലാസ്സിൻ്റെ പിൻബെഞ്ചിലിരുന്ന് കണ്ട കിനാക്കൾ അത്രയും. പരീക്ഷ പാസ്സാവുന്നതും ഉദ്യോഗം കിട്ടുന്നതും ഭരണിയിലെ നാരങ്ങാമിഠായിയായി മുഴുവനും പാത്തുവിന് കൊടുക്കുന്നുണ്ടായിരുന്നു. പിറ്റേ കൊല്ലത്തെ വർഷകാലത്ത് മാധവേട്ടൻ മരിച്ചു. അടഞ്ഞ പീടികയ്ക്ക് മുന്നിൽ മണിയനുറുമ്പുകൾ കൂടുകൂട്ടി. പരീക്ഷ പാസ്സായതും ഉദ്യോഗം കിട്ടിയതും വളരെ പെട്ടെന്നായിരുന്നു. വക്കുപൊട്ടിയ കുറെ നാരങ്ങാമുട്ടായികളുമായി നാട്ടിൽ വണ്ടി ഇറങ്ങിയപ്പോൾ സ്കൂളിലേക്കുള്ള വഴി അടഞ്ഞുകെട്ടിയിരുന്നു. അന്ന് വാങ്ങിയ മിഠായികൾ മുഴുവൻ ഉറുമ്പുകൾ തിന്നു കാണണം. ഇന്നും പ്രണയിക്കാൻ തോന്നുമ്പോഴൊക്കെ നാരങ്ങാമുട്ടായി വാങ്ങിക്കഴിക്കും. എവിടെയും ഒന്ന് പാത്തു കാണുന്നുണ്ടാകുമെന്ന് എഴുതിയാണ് നിതിൻ്റെ ഈ രചന അവസാനിക്കുന്നത്. തീർച്ചയായും ഈ രചന കാണുമ്പോൾ എനിക്ക് സലീം ജേനത്തിൻ്റെ ഏറെ പ്രശസ്തമായിട്ടുള്ള ഒരു രചന ഓർമ്മ വരുന്നുണ്ട്. ഒരുപാട് രചനകൾ നമ്മളിലേക്ക് സലീം പങ്കുവെക്കുമ്പോഴും മങ്ങിയ കാഴ്ചകൾ കണ്ടുമടുത്തു, കണ്ണടകൾ വേണം എന്ന് പറയുന്നുണ്ട്. ഇത് ജിതിനാർ പണിക്കർ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഈ വെള്ള നിറത്തിലുള്ള പശ്ചാത്തലം നമ്മൾ ഈ പോസ്റ്ററിൽ ഉൾപ്പെടുത്തുമ്പോൾ ഈ വരുന്ന രചനകൾ എനിക്ക് വായിക്കാൻ പറ്റാതാകും. അതോടൊപ്പം മെസ്സേജുകൾ ഇങ്ങനെ തുടർന്ന് വന്നുകൊണ്ടിരിക്കുമ്പോൾ എനിക്കത് മിസ്സായിക്കൊണ്ടിരിക്കും. ലൈവിൽ ഇരുന്നു കൊണ്ട് ഇത് കോർഡിനേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ വിദഗ്ധമായൊരു പണി തന്നെയാണ്. അപ്പോൾ ഞാൻ അടുത്തൊരു ഫോണിൽ വീണ്ടും അത് എടുത്തിട്ടാണ് ഞാനിത് വായിച്ചത്. തീർച്ചയായും മങ്ങികൾ കാഴ്ചകൾ കണ്ടുമെടുത്ത് കണ്ണടകൾ വയ്ക്കുന്ന അവസ്ഥയിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല. കാഴ്ചയുടെ മങ്ങലം ഒന്നുമല്ല അവിടുത്തെ പ്രശ്നം. തീർച്ചയായും ഹൃദയം കൊണ്ട് ജിതിൻ്റെ ഈ ഓരോ വരികളും ഞാൻ ചേർത്ത് നിർത്തുന്ന ആളാണ്. ഒരുപാട് ഇഷ്ടത്തോടു കൂടി തന്നെയാണ് ഞാനത് പൂർണ്ണമായും പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന ആളുമാണ്. ഇവിടെ അനിൽ ആയൂർ എത്തിയിട്ടുണ്ട്. കലാഭവൻ മണിയുടെ ഗാനങ്ങളിലൂടെ ശ്രദ്ധേയനായിട്ടുള്ള അറബി അധ്യാപകനാണ് അദ്ദേഹം. ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുമ്പോൾ പ്രിയപ്പെട്ട അനിൽ ആയൂർ കൊട്ടാരക്കര ഒരു ബാങ്കിൻ്റെ മാനേജരായിരുന്നു. നമുക്ക് വേണ്ടി ഒരുപാട് ലൈവുകൾ അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട്. ഏറെ സ്നേഹത്തോടു കൂടി തന്നെ അനിൽ ആയൂരിനെ സ്വാഗതം ചെയ്യുകയാണ്. അവതരണം സൂപ്പറാണെന്ന് പ്രിയപ്പെട്ട ആന്റണി ഗില്ലിയാൻ അലക്സ് അറിയിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട ഗില്ലുവിനെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ജിതിൻ, തീർച്ചയായിട്ടും അടുത്ത ലൈവിൽ ഈ മെസ്സേജുകൾ വരുന്ന ഭാഗത്ത് ഒരു ബ്ലാക്ക് സർഫസ് തന്നെ കൊടുക്കാൻ ഞാൻ ശ്രദ്ധിക്കും. കാരണം എന്നെ തന്നെയാണ് ഇത് ബാധിക്കുന്നത്. എനിക്ക് ഈ ലൈവ് ചെയ്യുന്നതിനൊപ്പം തന്നെ ഇത് വായിച്ചു പോകാൻ പറ്റാത്ത രീതിയിൽ തടസ്സം സൃഷ്ടിക്കുന്നത് ഞാൻ അറിഞ്ഞില്ല. കാരണം ഈ റീഡിംഗ് ടൈമുമായി ബന്ധപ്പെട്ട് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പോസ്റ്ററിൻ്റെ നിറം വെള്ളയായതുകൊണ്ടാണ് അത്തരത്തിലുള്ള സാങ്കേതിക ബുദ്ധിമുട്ട് വന്നത്. തീർച്ചയായും മുകേഷ് KC ഇവിടെ എത്തിയിട്ടുണ്ട്. മികച്ച എഴുത്തുകാരനാണ്. പ്രിയപ്പെട്ട മുകേഷിനെ നിറഞ്ഞ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. മുകേഷും ഇവിടെ പങ്കുവയ്ക്കുന്നത്, ഞാൻ തിരിച്ചെത്തുന്നു നിന്റെ ഗ്രാമത്തിലേക്ക്, ജനിച്ചിട്ടില്ലാത്ത നിന്റെ കുഞ്ഞുങ്ങളുടെ പുഞ്ചിരിയിലേക്ക് എന്ന് ഒരിക്കൽ ആകെ എഴുതിയത് ആണ് പങ്കുവയ്ക്കുന്നത്. തീർച്ചയായും ആകെ എന്ന എഴുത്തുകാരൻ മടങ്ങിയെത്തിയപ്പോൾ, പ്രവാസ ജീവിതത്തിൻ്റെ നിന്ന് മടങ്ങി നാട്ടിലേക്ക് എത്തിയപ്പോൾ അദ്ദേഹം ഫേസ്ബുക്കിൽ പങ്കുവച്ചൊരു വരിയാണത്. മുകേഷും മികച്ചൊരു എഴുത്തുകാരനാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മുകേഷ് ഒരുപാട് പ്രിയപ്പെട്ട എഴുത്തുകാരുടെ രചനകളൊക്കെ നമുക്ക് വേണ്ടി പങ്കുവച്ച് നൽകിയിട്ടുണ്ട്. അദ്ദേഹത്തെയും നിറഞ്ഞ സ്നേഹത്തോടു കൂടി ഈ ഒരു ലൈവിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ദിസ് ഇസ് MyFM 99.7 നമ്മളാം പൂക്കാലം, അറിവിൻ്റെയും വിനോദത്തിൻ്റെയും പൂക്കാലവുമായി ഒരു കിടിലൻ ആംഗേഴ്സ് ബ്രോഡ്കാസ്റ്റ്. അതേ ഇതൊരു കിടിലൻ മല്ലു വൈറൽ FM MyFM 99.7 നമ്മളാം പൂക്കാലത്തിൻ്റെ ഈ ഒരു ലൈവിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരോടുമുള്ള ഹൃദയം നിറഞ്ഞ സ്നേഹം അറിയിച്ചുകൊണ്ട് നമുക്ക് മറ്റൊരു രചനയിലേക്ക് പോവാം. ആ രചന ഇങ്ങനെയാണ്. ഒറ്റ ആകാശമേ നിന്റെ നക്ഷത്രങ്ങൾ ഗൂഢമന്ദസ്മിതം തൂകി നിൽക്കും. രാമുകിൽ കോണിലൂടെൻ്റെ കിനാവുകൾ ചോർന്നു വീഴും. മൗനതീരങ്ങളിൽ നാമുണ്ട് പിന്നെയും, തീരാത്തോർമ്മതൻ ചാരേ
കുളിർന്നു വിറച്ചു നിൽപ്പൂ എന്നാണ്. കാറ്റിൻ്റെ ചിറകുള്ള വസന്തത്തിൻ്റെ ഉടുപ്പുള്ള ഋതുക്കളെ കങ്കണമായി അണിയുന്ന കവിത കൊണ്ട് കണ്ണെഴുതുന്ന അതേ പെൺകുട്ടിയാണ് ഞാൻ. സ്മിത ശൈലേഷിൻ്റെ വരികളാണ്, പ്രിയപ്പെട്ട സ്മിത ശൈലേഷിൻ്റെ രചനകളാണ് നമ്മൾ അടുത്ത വാരം ചർച്ച ചെയ്യുന്നത്. സ്മിത ശൈലേഷ് ഇങ്ങനെ എഴുതുന്നു: കാറ്റിൻ്റെ ചിറകുള്ള വസന്തത്തിൻ്റെ ഉടുപ്പുള്ള ഋതുക്കളെ കങ്കണമായി അണിയുന്ന കവിത കൊണ്ട് കണ്ണെഴുതുന്ന അതേ പെൺകുട്ടിയാണ് ഞാൻ. കണ്ണാടിയിൽ നോക്കുമ്പോൾ എനിക്കെന്നെ അത്രത്തോളം അപരിചിതയായി തോന്നാറുണ്ട്. എൻ്റെ ചിറകുകൾ എന്തുകൊണ്ടാണ് ഒരു കണ്ണാടിയിൽ ദൃശ്യമാകാത്തതെന്ന് ഞാൻ എപ്പോഴും എല്ലാ കാലത്തിലും നിരാശപ്പെടുന്നു. ജലം പോലെ ഞാൻ സുതാര്യമായിരിക്കുന്നു. പ്രപഞ്ചത്തെ എന്നിലൂടെ വെളിച്ചം പോലെ കടത്തിവിടുന്നു. ആനന്ദത്തിലും വിഷാദത്തിലും എൻ്റെ ഉന്മാദത്തിൻ്റെ നൃത്തം തുടരുന്നു. പ്രിയപ്പെട്ട സ്മിത ശൈലേഷിൻ്റെ രചനയാണ് പങ്കുവയ്ക്കുന്നത്. പത്മചേച്ചി ഇവിടെ എത്തിയിട്ടുണ്ട്. പത്മചേച്ചിയെ സ്വാഗതം ചെയ്യുന്നു. അടുത്ത വാരം നമ്മൾ ചർച്ച ചെയ്യുന്ന സ്മിത ശൈലേഷ് എന്ന സോഷ്യൽ മീഡിയയിലൂടെ നിറഞ്ഞു നിൽക്കുന്ന പ്രിയപ്പെട്ട എഴുത്തുകാരിയുടെ വരിയാണ് പങ്കുവയ്ക്കുന്നത്. ആകെയുടെ രചനകൾ പങ്കുവയ്ക്കുന്ന പ്രത്യേക റീഡിംഗ് ടൈമിലാണ് നിങ്ങൾ ഓരോരുത്തരും ഉള്ളത്. നിങ്ങൾ പങ്കുവയ്ക്കുന്ന നിങ്ങളുടെ രചനകളും ആകെയുടെ രചനകളും നിങ്ങളുടെ കമൻറ്റുകളും ഒക്കെ പങ്കുവയ്ക്കുന്ന ഒരു വേദിയാണിത്. സ്മിത ശൈലേഷ് ഇങ്ങനെ എഴുതുന്നു: ജലം പോലെ ഞാൻ സുതാര്യമായിരിക്കുന്നു. പ്രപഞ്ചത്തെ എന്നിലൂടെ വെളിച്ചം പോലെ കടത്തിവിടുന്നു. ആനന്ദത്തിലും വിഷാദത്തിലും എൻ്റെ ഉന്മാദത്തിൻ്റെ നൃത്തം തുടരുന്നു. ഇതൊക്കെ ഇപ്പോൾ പറഞ്ഞത് എന്തുകൊണ്ടായിരിക്കുമെന്ന് വെച്ചാൽ 2020 ആയാലും 21 ആയാലും 22 ആയാലും എൻ്റെ വട്ടുകൾക്ക് ഒരു കുറവും ഉണ്ടാകില്ല എന്ന തലക്കെട്ടോടുകൂടി പ്രിയപ്പെട്ട സ്മിത ശൈലേഷ് എഴുതിയ ഒരു കുറിപ്പിൽ നിന്നാണ്. ഇന്നുമെന്നും സ്നേഹാസക്തിയും ജീവിതാസക്തിയും എന്നെ നയിക്കും. ഇന്നുമെന്നും സ്നേഹാസക്തിയും ജീവിതാസക്തിയും എന്നെ നയിക്കും. അറ്റമില്ലാത്ത വിഷാദ കാലങ്ങളിലൊക്കെയും പിന്നേക്ക് മാറ്റിവെക്കുന്ന എൻ്റെ ആത്മഹത്യകളുണ്ടാവും. അപരിചിത്വമില്ലാതെ എന്നോട് സ്നേഹപ്പെടൂ. ഈ നിശബ്ദതയോടെ മനുഷ്യരുടെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന എന്നെയും പിന്നെയും കുഞ്ഞു എന്ന് വിളിക്കും. അറ്റമില്ലാത്ത വാത്സല്യത്തോടെ ഈ പ്രപഞ്ചം മുഴുവൻ എൻ്റെ നെറുകയിൽ തലോടും. സ്നേഹവും ദേഷ്യവും ഇഷ്ടവും വാത്സല്യവും തോന്നിയ എല്ലാ വികാരങ്ങളും അതുപോലെ തന്നെ പ്രകടമാക്കിയിട്ടുണ്ട്. കരയാൻ തോന്നുമ്പോൾ ഉറക്കെ കരഞ്ഞും ചിരിക്കാൻ തോന്നുമ്പോൾ ചിരിച്ചും മനുഷ്യരെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചും അസ്തമയ സൂര്യൻ്റെ പ്രണയത്താൽ അരക്കെട്ടിൽ കെട്ടിയിട്ടും ഞാൻ ഇനിയും ഇവിടെ ഉണ്ടാകും. പോയ വർഷങ്ങളിലും ഇനി വരും ഋതുക്കളിലും എൻ്റെ ജീവിതത്തോട് ഞാൻ അങ്ങേയറ്റം സത്യസന്ധമായിരിക്കാൻ ആഗ്രഹിക്കുന്നു. മനോഹരമായ ഭ്രാന്ത് നൽകി ഭൂമിയും ആകാശവും എന്നെ പിന്നെയും അനുഗ്രഹിക്കട്ടെ എന്നാണ് പ്രിയപ്പെട്ട സ്മിത ശൈലേഷ് എഴുതിയത്. തീർച്ചയായും അങ്ങേയറ്റം സത്യസന്ധമായിരിക്കാൻ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്ത്, നവമാധ്യമങ്ങളിലൂടെ രചനകളിലൂടെ നിറഞ്ഞു നിൽക്കാറുള്ള സ്മിത ശൈലേഷിൻ്റെ രചനകളുമായിട്ടായിരിക്കും അടുത്ത വെള്ളിയാഴ്ച നമ്മൾ MyFM 99.7 നമ്മളാം പൂക്കാലത്തിൻ്റെ ഈ ഒരു ലൈവിൽ ഒത്തുകൂടുക. ആത്മാവ് വെടിഞ്ഞ ഏതൊന്നിനെയും പോലെ ഞാനെല്ലാം മറന്നുപോയിരിക്കുന്നു. എല്ലാ നല്ല വാക്കുകളും അഭിവാദ്യങ്ങളും ഏറ്റവും നല്ല വാക്കുകളാൽ തന്നെ പുതിയ പുലരിയും കൊല്ലപ്പെട്ടിരിക്കുന്നു എന്ന് ഒരിക്കൽ പ്രിയപ്പെട്ട ആകെ എഴുതി. തിരുമകൾ തിരുമ ഷാ എന്ന് വിളിക്കുന്നുണ്ട്. നിറഞ്ഞ സ്നേഹത്തോടെ തിരുമകൾ തിരുമയെ സ്വാഗതം ചെയ്യുകയാണ്. ഒരുപാട് സ്നേഹം MyFM 99.7 നമ്മളാം പൂക്കാലത്തിൽ ആകെയുടെ രചനകൾ പങ്കുവയ്ക്കുന്ന ഈ ഒരു ലൈവിൽ എത്തിയതിന്. ആക ഒരിക്കൽ ഇങ്ങനെ എഴുതി: കവിതയെക്കുറിച്ചാണെങ്കിൽ നിശബ്ദത എന്ന വാക്കിനെ ഞാൻ അധികമാക്കുന്നു. കവിതയെക്കുറിച്ചാണെങ്കിൽ നിശബ്ദത എന്ന വാക്കിനെ ഞാൻ അധികമാക്കുന്നു. ശൂന്യത എന്ന വാക്കിനെ ഞാൻ എൻ്റെ പൊക്കിൾക്കൊടിയിൽ നിന്ന് തന്നെ പിന്തുടരുന്നു എന്ന് ഒരിക്കൽ ആകെ എഴുതി. വിഷ്ണുപ്രസാദിൻ്റെ പൂക്കളുടെ ഭാഷ എന്ന പുസ്തകം പ്രകാശനം ചെയ്തപ്പോൾ അതിനൊരു കുറിപ്പായി ആകെ എഴുതിയത് ഇങ്ങനെയാണ്: പൂക്കളുടെ ചിരിയും കാറ്റിൻ്റെ മൗനവും ചേർത്ത് വിതച്ചയാൾ സ്വയം ഒരു വയലാകുന്നു എന്നാണ് പ്രിയപ്പെട്ട ആകെ എഴുതിയത്. വെളിച്ചം വന്ന് നിറഞ്ഞ് പിന്നെയും ഇരുട്ടാകുന്നത് എങ്ങനെ? പകലുകളിൽ നിരന്തരം ഞാനത് നോക്കിയിരുന്നു.
വെളിച്ചം വന്നു നിറഞ്ഞു പിന്നെയും ഇരുട്ടാകുന്നത് എങ്ങനെ? പകലുകളിൽ നിരന്തരം ഞാനത് നോക്കിയിരിക്കുന്നു. സ്വന്തം രക്തം തൊട്ടു നോക്കുന്നു. രാത്രിയാണെന്ന് എഴുതുന്നു എന്നെഴുതിയാണ് ആകെയുടെ ആ രചന അവസാനിക്കുന്നത്. ദിസ് ഇസ് മൈ FM 99.7 നമ്മളാം പൂക്കാലം. അറിവിൻ്റെയും വിനോദത്തിൻ്റെയും പൂക്കാലവുമായി ഒരു കിടിലൻ ആംഗേഷ് ബ്രോഡ്കാസ്റ്റ്. അതേ ഇതൊരു കിടിലൻ മല്ലു വൈറൽ FM മൈ FM 99.7 നമ്മളാം പൂക്കാലം. ഫസ്റ്റ് ഫാമിലി FM റേഡിയോ ഇൻ ഫേസ്ബുക്ക്. റീഡിംഗ് ടൈമിൽ ആകെയുടെ രചനകൾ പങ്കുവയ്ക്കുന്ന പ്രത്യേക വായനാമുറിയിലാണ് നിങ്ങൾ ഓരോ പ്രിയപ്പെട്ടവരുമുള്ളത്. എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട പത്മചേച്ചി കേട്ടുകൊണ്ടിരിക്കുന്നു. ശ്യാംലാലും മുകേഷ് KCയും ഒക്കെ ഇവിടെയുണ്ട്. സുഹൃത്തുക്കളോടും സുഹൃത്തുക്കളാകാൻ ശ്രമിക്കുന്നവരോടും ഒരിക്കൽ ആകെ ഇങ്ങനെ പറയുന്നു, ഞാൻ ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് ഞാനൊരു കവിയാണെന്ന്. എന്നാൽ ആദ്യമേ പറയട്ടെ, ഞാനൊരു കവിയല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. കുട്ടിയായിരിക്കുമ്പോൾ ഒരുപാട് പുസ്തകങ്ങൾ ആർത്തിയോടെ വായിച്ചൊരു കുട്ടിയായിരുന്നു ഞാൻ. കൗമാരത്തിൻ്റെ തുടക്കത്തിൽ എൻ്റെ പുസ്തക വായന അവസാനിച്ചു എന്ന് തന്നെ എനിക്ക് പറയാൻ പറ്റും. പക്ഷേ അവസാനം ഞാൻ വായിച്ചത് 2016 ഒമാനിലായിരുന്നപ്പോൾ സിസ്റ്റർ എനിക്ക് അയച്ചു തന്ന കൊയിലോയുടെ പുസ്തകമാണ്. എത്ര വിചിത്രമായാണ് ഞാൻ ഈ ലോകത്തെ വായിച്ചു കൊണ്ടിരുന്നൊരു കുട്ടിയെ ഈ ലോകമില്ലാതാക്കിയത് എന്നാണ് ആകെ എഴുതുന്നത്. ആകെയുടെ ചിന്തകളും ആകെയുടെ പ്രണയസങ്കല്പങ്ങളും ആകെയുടെ വായനയോടുള്ള പ്രതിപത്തിയും ഒക്കെ ഏറെ ശ്രദ്ധേയമാണ്. വെളിച്ചത്തിൻ്റെ വെളിച്ചമായ പ്രഭാതത്തിൽ പ്രപഞ്ചം നിറയെ വാക്കുകളെന്നാണ് ഒരു അധ്യാപക ദിനത്തിൽ അദ്ദേഹം എഴുതിയത്. കവിത വൈകാരികമായൊരു അനുഭവമാവുക എന്നതിനെ ഒരേ സമയവും വ്യാജവും സത്യസന്ധവുമാക്കുന്നു എന്ന് ആകെ ഒരിക്കൽ പറഞ്ഞു. ഒരാൾ ജീവിച്ചിരിപ്പില്ലെന്നതുപോലും കൂടെയുള്ള ലോകത്തിന് അറിവില്ല എന്നതാണ് ഏറ്റവും വിചിത്രമായിരിക്കുന്നത്. ഒരാൾ ജീവിച്ചിരിക്കുന്നില്ല എന്നത് കൂടെയുള്ള ലോകത്തിന് അറിവില്ല എന്നുള്ളതാണ് ഏറ്റവും വിചിത്രമായിരിക്കുന്നത് എന്ന് ഒരിക്കൽ അദ്ദേഹം പറഞ്ഞു. തീർച്ചയായും ഞാൻ സൂചിപ്പിച്ചതുപോലെ സോളമൻ്റെ പ്രണയഗീതം ജയകുമാർ IAS ഉത്തമഗീതത്തിൽ നിന്ന് അധികരിച്ച് അയ്യപ്പ പണിക്കർ അവതാരിക എഴുതിയ ഒരു പുസ്തകമുണ്ട്. DC ബുക്സ് പ്രസിദ്ധീകരിച്ച ആ പുസ്തകത്തിൻ്റെ എന്നെ ഏറെ ഉത്തമഗീതവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഒരുപാട് രചനകളിലൂടെ ശ്രദ്ധേയനായിട്ടുള്ള ഗാനരചനകളിലൂടെ മലയാളികൾക്ക് പ്രിയങ്കരനായ എഴുത്തുകാരനാണ് അദ്ദേഹം. അതിലൊരു ഭാഗത്ത് ഇങ്ങനെ പറയുന്നു, യെരൂശലേം പുത്രിമാർ നിന്റെ പുറകെ ഞങ്ങൾ ഓടിയണയാം, രാജാവ് എന്നെ ഇതാ അറയിലേക്ക് ആനയിക്കുന്നു, ഞങ്ങളോ നിന്നെയോർത്തുല്ലസിക്കും, നിന്റെ പ്രണയം ഞങ്ങൾക്ക് വീഞ്ഞിനേക്കാൾ വിശിഷ്ടം, അവർ നിന്റെ ഹൃദയപൂർവ്വം പ്രണയിക്കും, യെരൂശലേം പുത്രിമാരെ ഇരുൾ നിറമാണ് എനിക്ക്, എങ്കിലും രമണീയയാണ് ഞാൻ, കേദാരയിലെ കൂടാരങ്ങൾ പോലെയും സോളമൻ്റെ വാതായനശീലകൾ പോലെയും. തീർച്ചയായും നിറഞ്ഞ അനുഭവങ്ങളാണ് ഓരോ നിമിഷങ്ങളിലും മൈ FM 99.7 നമ്മളാം പൂക്കാലത്തിൻ്റെ ഇങ്ങനെയൊരു ലൈവിലൂടെ നിങ്ങളോടൊപ്പം വായനകളുടെ സെഷനുമായി എത്തിച്ചേരാൻ കഴിയുന്നതിൽ, നിങ്ങളോടൊപ്പം ഓരോരുത്തരോടും സ്നേഹം പങ്കുവയ്ക്കാനാവുന്നതിൽ, രചനകൾ പങ്കുവയ്ക്കാനാവുന്നതിലൊക്കെ ഏറെ സന്തോഷമുണ്ട്. ഒരുപാട് ഹൃദയ സന്തോഷത്തോടു കൂടിയാണ് ലൈവിൽ എത്തിച്ചേരാനാവാത്തതിൻ്റെ നിറഞ്ഞ വിഷമം പ്രിയപ്പെട്ട ഹരിശ്ചന്ദ്ര അറിയിക്കുന്നുണ്ട്. ഹരിശ്ചന്ദ്രയുടെ അമ്മ ഹോസ്പിറ്റലൈസ് ചെയ്തിരിക്കുന്നത് കൊണ്ട് എത്താനാവില്ല എന്നുള്ളത് അദ്ദേഹം അറിയിച്ചിരുന്നു. എന്തായാലും അത്തരത്തിൽ വളരെ സ്നേഹത്തോടെ ചേർന്ന് നിൽക്കുന്ന ഒരുപാട് പേരുടെ സ്നേഹനിർഭരമായ പിന്തുണയോടുകൂടി തന്നെയാണ് മൈ FM 99.7 നമ്മളാം പൂക്കാലത്തിൻ്റെ ഈ ഒരു ലൈവ് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ മുന്നോട്ട് പോയിട്ടുള്ളത്. എന്തായാലും നമുക്ക് ആകെയുടെ പ്രണയവും ഞാനും എന്ന രചന കേൾക്കാം. യുദ്ധത്തടവുകാരായി പിടിക്കും. പ്രണയവും ഞാനും യുദ്ധത്തടവുകാരായി പിടിക്കപ്പെട്ട ആ രാത്രിയിൽ, അത് വസന്തകാലത്തെ 7ാമത്തെ രാത്രിയായിരുന്നു. ഞാൻ നിരക്ഷരനും മനുഷ്യരുടെ ഭാഷ അറിയാത്തവനുമായിരുന്നു. നോക്കൂ, പ്രണയം എത്ര വിചിത്രമായാണ്
അതിന്റെ ആഹാരം സമ്പാദിക്കുന്നത്. ഏകാഗിയായൊരു യുവാവ് ഹൃദയത്തിൽ വീണ്ടും ഏകാഗിയാവുക. കാറ്റും പൂക്കളും കിളികളും അത് കണ്ടിരിക്കുക. മേഘങ്ങൾ ആ രഹസ്യമറിയാൻ മണ്ണിലേക്ക് മുട്ടുകുത്തുക. അതെ, ഏകാന്തതയും ഹൃദയത്തിന്റെ മധുരവും എന്നെ അനാഥനാക്കിയപ്പോൾ അന്നാദ്യമായി ഒരു പർവ്വതം എന്റെ പേര് ചോദിച്ചു വാങ്ങി. അന്നാദ്യമായി എന്റെ കൈകൾ 2 പക്ഷികളായി ആകാശത്തേക്ക് ഉയർന്നു. അന്നാദ്യമായി ബോധത്തിൽ നിന്നും നാളേക്കുള്ള വിഭവം ശേഖരിക്കുന്ന ഒരു ഉറുമ്പ് മരിച്ചു വീണു. അന്നാദ്യമായി ഞാൻ ജനിച്ചു. നക്ഷത്രങ്ങളുടെ വെളിച്ചവും കടലിന്റെ അഗാധതയുമായി പ്രണയവും ഞാനും യുദ്ധത്തടവുകാരായി പിടിക്കപ്പെട്ട ആ രാത്രിയിൽ നിങ്ങൾ കേട്ടത് ആഗയുടെ പ്രണയവും ഞാനുമെന്നുള്ള രചന സുധീർ സുലൈമാന്റെ ശബ്ദത്തിലായിരുന്നു. പ്രിയപ്പെട്ട വാപ്പാല ജയജാദ്, ആത്മഹത്യ ചെയ്ത മനുഷ്യരെല്ലാം ജീവിതത്തെ പേടിച്ച് ഒളിച്ചോടിയവരല്ല എന്ന തലക്കെട്ടോടു കൂടി ജിതിൻ എഴുതിയ ഒരു വരികൾ ഇവിടെ പങ്കുവയ്ക്കുന്നുണ്ട്. ഏറെ സ്നേഹത്തോടു കൂടി പ്രിയപ്പെട്ട വാപ്പാല ജയരാജന് ഇവിടെ സ്വാഗതം ചെയ്യുകയാണ് MyFM 99.7 നമ്മളാം പൂക്കാലത്തിന്റെ ഈ ലൈവിലേക്ക്. ജിതിൻ ഇങ്ങനെയാണ് എഴുതുന്നത്: ആത്മഹത്യ ചെയ്ത മനുഷ്യരെല്ലാം ജീവിതത്തെ പേടിച്ച് ഒളിച്ചോടിയവരല്ല, ചുറ്റിപ്പിടിക്കാൻ ഒരു വിരൽത്തുമ്പ് പോലുമില്ലെന്ന തിരിച്ചറിവുകളിൽ തെറ്റുകളെല്ലാം സ്വയമേറ്റ് ഈ ലോകത്തു നിന്നും പടിയിറങ്ങിയവരാണ്. തന്നെ കേൾക്കാൻ പാകത്തിന് ഒരു മനുഷ്യരെ പോലും ഒരുക്കി വെക്കാൻ കഴിയാത്തതിൽ വിളറിപ്പോയ അവരുടെ ഒരുപാട് രാത്രികൾ സ്നേഹത്തിൻ്റെ വിത്തെറിഞ്ഞ് നോവ് മാത്രം വിളവെടുത്ത് ഇനി ആരും സ്നേഹിക്കേണ്ടതില്ലെന്ന തിരിച്ചറിവിൽ ഈ ലോകത്ത് ഏറ്റവും വേദനിക്കുന്ന ഹൃദയം എൻ്റേത് മാത്രമാണെന്ന് നിറച്ച് ശേഷിച്ച ഓർമ്മ പോലും വേദനയാക്കി ഇവിടെ നിന്ന് പിരിഞ്ഞു പോയവരാണ്. മരണത്തിന് തൊട്ടു മുമ്പ് അവർ ലോകത്തിലെ എല്ലാ പ്രിയപ്പെട്ടതിനോടും കലഹിക്കും. എല്ലാ നോവുകളുടെ പുഴയും അന്ന് അവരിലേക്ക് മാത്രം ഒഴുകും. ഭൂമിയിലെ എല്ലാ പൂക്കൾക്കും അന്ന് മരണം മണക്കും. ഒടുവിൽ മരണത്തിന് നേരം കുറിച്ചവന്റെ കണ്ണാടിയിൽ ഉയരറ്റ സ്വന്തം ഉടൽ മരവിച്ചു നോക്കും എന്നെഴുതിയാണ് ജിതിനാർ പണിക്കരുടെ രചന അവസാനിക്കുന്നത്. സമീപ ഭാവിയിൽ തന്നെ ജിതിനാർ പണിക്കരുടെ രചനകളും അദ്ദേഹത്തിൻ്റെ പ്രണയാതുരമായ ഒട്ടനവധി ഓർമ്മക്കുറിപ്പുകളുമായി നമ്മളിവിടെ ഒത്തുകൂടും. അടുത്ത ആഴ്ച നമ്മൾ പങ്കുവയ്ക്കുന്നത് സ്മിത ശൈലേഷിൻ്റെ രചനകളാണ്. ഏറെ സ്നേഹത്തോടു കൂടി എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി MyFM 99.7 നമ്മളാം പൂക്കാലത്തിൻ്റെ റീഡിംഗ് ടൈമിൽ പങ്കെടുത്ത എല്ലാ പ്രിയപ്പെട്ടവരോടുമുള്ള സ്നേഹം അറിയിച്ചുകൊണ്ട് അവിശ്വസനീയം എന്ന അജിത MK രചന പങ്കുവെച്ചുകൊണ്ടാണ് ഇന്നത്തെ MyFMൻ്റെ ഈ ഒരു ലൈവ് അവസാനിക്കുന്നത്. പറഞ്ഞാലത് വിശ്വസിക്കില്ല. നാളുകൾക്ക് മുമ്പ് മഞ്ഞോർമകൾ നേരിയ പുകയായി അടച്ചിടാൻ മറന്ന ഇന്നലകളിലൂടെ വന്നെന്നെ കെട്ടിപ്പിടിച്ചു. വാതിൽ തുറന്ന് പുറത്തേക്കിറങ്ങുമ്പോൾ ഏറെ ഇഷ്ടമാർന്ന വയലറ്റ് പൂക്കൾ വരാന്തയിലെ ചെടിത്തുമ്പുകളിൽ നിന്ന് പിണങ്ങിയിറങ്ങി. ആകാശത്തിന് പച്ച നിറം ഒരിക്കലും നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കില്ല. മരങ്ങളെല്ലാം വെള്ളച്ചാട്ടമായി കൊത്തിയൊലിച്ച് ഒഴുകി മാറുന്നത് നോക്കി നിൽക്കേ ആകാശം പൊട്ടിക്കിളർത്ത് വലിയ കരച്ചിലാകുന്നത്. പച്ചത്തഴപ്പാർന്ന കണ്ണീരൊലിപ്പിക്കുന്നത്, വേദനയുടെ പുഴയായി ഒഴുകി മാറുന്നത്, ഉണങ്ങിയ പുൽനാമ്പുകൾക്ക് നടുവിലൂടെ ആരൊക്കെയോ നടന്ന് വഴിത്താര ഇഴഞ്ഞു നീങ്ങുന്നത്, പച്ചത്തഴപ്പാർന്ന കണ്ണീരൊലിപ്പിക്കുന്നത്, വേദനയുടെ പുഴയായി ഒഴുകി മാറുന്നത്, ഉണങ്ങിയ പുൽനാമ്പുകൾക്ക് നടുവിലൂടെ ആരൊക്കെയോ നടന്ന വഴിത്താഴെ ഇഴഞ്ഞു നീങ്ങുന്നത്, വെയിലിൻ്റെ അനേകം വെളുമ്പിക്കൊക്കുകൾ പതുങ്ങിയും പറന്നും നീന്തി ഒളിച്ചിട്ടുമെൻ്റെ നെറ്റിയേൽ പൊന്നന്മാരെ കൊത്തിപ്പറക്കുന്നു. കൈകോർത്തു നടന്നവർ പൊടുന്നനെ കറുത്ത മേഘമായി ഓടിമറയുന്നു. അവരൊരുമിച്ച് ആകാശമാകുന്നു. ഞാൻ അവിടെ ചുവന്നു തൊടുത്ത് അസ്തമിക്കാൻ ഒരുങ്ങുന്നു.
കൈകോർത്ത് നടന്നവർ പൊടുന്നനെ കറുത്ത മേഘമായി ഓടിമറയുന്നു. അവരെനിക്ക് ഒരാകാശമാകുന്നു. ഞാനവിടെ ചുമന്നു തൊടുത്ത് അസ്തമിക്കാനൊരുങ്ങുന്നു. അവിശ്വസനീയമെന്ന അജിത MKയുടെ രചനയാണ് പങ്കുവച്ചത്. വിരലുകളുടെ ആകാശം എന്ന കവിതാ സമാഹാരത്തിലുള്ള അജിത MKയുടെ രചനയാണ് പങ്കുവച്ചത്. തീർച്ചയായും MyFM 99.7 നമ്മളാം പൂക്കാലത്തിൻ്റെ ഈ ലൈവിൽ എത്തിച്ചേർന്ന ഓരോ പ്രിയപ്പെട്ടവരോടുമുള്ള സ്നേഹം അറിയിക്കുകയാണ്. അതോടൊപ്പം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു, ഏറെ സ്നേഹത്തോടു കൂടി നമ്മൾ പങ്കുവെക്കുന്നത് ഇഷ്ടവും വാത്സല്യവും തോന്നിയ ഇമോഷൻസ് ഒക്കെയും അതുപോലെ തന്നെ പ്രകടമാക്കിയിട്ടുള്ള, കരയാൻ തോന്നുമ്പോൾ ഉരക്കെ കരഞ്ഞും ചിരിക്കാൻ തോന്നുമ്പോൾ ചിരിച്ചും മനുഷ്യരെ ഹൃദയത്തോട് ചേർത്ത് പിടിപ്പിച്ചും അസ്തമയ സൂര്യനെ പ്രണയത്താൽ അരക്കെട്ടിൽ കെട്ടിയിട്ടും ഇനിയും കൂടെയുണ്ടാവുമെന്ന് പറഞ്ഞ പോയ വർഷങ്ങൾക്കും ഇനിയും വരുന്ന ഋതുക്കൾക്കുമൊക്കെ സ്നേഹം പങ്കുവെച്ച സ്മിത ശൈലേഷ് എന്ന പ്രിയപ്പെട്ട എഴുത്തുകാരി മനോഹരമായ ഭ്രാന്ത് നൽകി ഭൂമിയും ആകാശവും എന്നെ പിന്നെയും പിന്നെയും അനുഗ്രഹിക്കട്ടെ എന്ന് ആഗ്രഹിച്ച സ്മിതയുടെ രചനകളുമായിട്ടായിരിക്കും അടുത്ത വെള്ളിയാഴ്ച വൈകുന്നേരം 5 മണിക്ക് നമ്മൾ ഒത്തുകൂടുക. ഇന്ന് പങ്കുവയ്ക്കപ്പെട്ട പ്രിയപ്പെട്ട ആകയുടെ ഈ ഒരു പരിപാടിയിൽ നമ്മളോടൊപ്പം ചേർന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും ഉള്ള ഹൃദയം നിറഞ്ഞ സ്നേഹം അറിയിക്കുകയാണ്. ആഗ എന്ന എഴുത്തുകാരൻ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള ഓരോ സ്നേഹത്തെയും പങ്കുവയ്ക്കുന്നു. അദ്ദേഹം ഒരിക്കൽ പ്രിയപ്പെട്ട റോബൻ അരിമ്പൂരിൻ്റെ ഉയർപ്പ് എന്ന കവിതാ സമാഹാരത്തെക്കുറിച്ച് എഴുതിയ വരികൾ പങ്കുവെച്ചുകൊണ്ട് റോബനെ ഓർക്കുന്നു. റോബൻ ഇപ്പോഴും നമ്മോടൊപ്പമുണ്ട്. പ്രിയപ്പെട്ട രോഗത്തിൽ നിന്ന് തിരിച്ചു വന്ന പ്രിയപ്പെട്ട സുഹൃത്ത് റോബൻ അരിമ്പൂരിനെ ഓർക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഉയിർപ്പിൻ്റെ കവർ പ്രകാശനത്തിൽ പങ്കുചേർന്നുകൊണ്ട് എഴുതിയ വരികൾ പങ്കുവെക്കുകയാണ്. ഇങ്ങനെ എഴുതുന്നു പ്രിയപ്പെട്ട ആഗ: ഉയിർപ്പിൻ്റെ ഞരമ്പിൽ തുടിക്കുന്ന മധുരിക്കുന്ന ഭാഷയുമായി ഒരു വൃക്ഷമിതാ. ഉയർപ്പിൻ്റെ ഞരമ്പിൽ തുടിക്കുന്ന മധുരിക്കുന്ന ഭാഷയുമായി ഒരു വൃക്ഷമിതാ തളിർക്കുകയും പൂക്കുകയും തൻ്റെ ചില്ലകളാൽ ആകാശത്തോടും ഭൂമിയോടും സ്നേഹത്തെയും പ്രണയത്തെയും കുറിച്ച് അരുളുന്നു എന്നാണ് എഴുതുന്നത്. അഭിവാദ്യം പ്രിയപ്പെട്ടവനെ, വായനയുടെ മതങ്ങളിൽ അതിൻ്റെ തണൽ പെറ്റുകൂട്ടട്ടെ. അഭിവാദ്യങ്ങൾ പ്രിയപ്പെട്ടവനെ, വായനയുടെ മരങ്ങളിൽ അതിൻ്റെ തണൽ പെറ്റുകൂട്ടട്ടെ. തീർച്ചയായും അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ് പ്രിയപ്പെട്ട റോബൻ അരിമ്പൂരിനും ഒപ്പം ആ രചനയെ പിന്തുണച്ച, ഇന്ന് ഇത്രയും മനോഹരമായൊരു വായനാമുറി ഞങ്ങൾക്ക് സമ്മാനിച്ച പ്രിയപ്പെട്ട എഴുത്തുകാരന് ആകെ സ്നേഹം അറിയിക്കുന്നു. അടുത്ത വെള്ളിയാഴ്ച വൈകുന്നേരം 5 മണിക്ക് സ്മിത ശൈലേഷിൻ്റെ രചനകളുമായി വീണ്ടും എത്തിച്ചേരാം. ദിസ് ഇസ് MyFM 99.7 നമ്മളാം പൂക്കാലം, അറിവിൻ്റെയും വിനോദത്തിൻ്റെയും പൂക്കാലവുമായി ഒരു കിടിലൻ ആംഗേഴ്സ് ബ്രോഡ്കാസ്റ്റ്. അതേ ഇതൊരു കിടിലൻ മല്ലു വൈറൽ FM MyFM 99.7 നമ്മളാം പൂക്കാലം, ഫസ്റ്റ് ഫാമിലി FM റേഡിയോ ഇൻ ഫേസ്ബുക്ക്. താങ്ക് യു.